ഞങ്ങളുടെ വാഹനത്തിന് മുന്നിലേക്ക് ഈ ആളുകൾ ചാടി വീഴുകയാണ്. ആ ചാടി വീഴുന്നവരെ പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് യഥാർത്ഥത്തിൽ അവരുടെ ദേഹത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞത്. അതെങ്ങനെ കുറ്റകരമാവും? ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞു. അത് അന്നും പറഞ്ഞു, പിന്നെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഹോസ്റ്റലിൽ, പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ, വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പുറകെ നടന്നു ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ച സംഭവത്തെക്കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത്. ഇത് നിങ്ങളുടെ നെറികെട്ട രാഷ്ട്രീയത്തിൻ്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. ഒരു സംശയവും വേണ്ട, നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ. ആവർത്തിക്കുന്ന SFI അതിക്രമങ്ങളുടെ വാർത്തകൾ പുറത്തു വരുമ്പോഴും സഭയിൽ സാക്ഷാൽ മുഖ്യമന്ത്രി അതിന് സർവാത്മന പിന്തുണ കൊടുക്കുകയാണ്. എന്ന് മാത്രമല്ല, നവകേരള സഭാകാലത്ത് നടന്ന അക്രമ സംഭവങ്ങൾ, കുറുമുടി കൊണ്ട് പൂച്ചട്ടി കൊണ്ട് സമരക്കാരുടെ മണ്ടയടിച്ചു കയറിയ അക്രമ സംഭവങ്ങൾ ജനത്തിനിടയിൽ അവമതിപ്പുണ്ടാക്കിയെന്ന ബോധ്യം ജനവിധിയിലുണ്ടായെങ്കിലും ഇന്നും അതിന് രക്ഷാപ്രവർത്തനം എന്ന് സഭയിൽ ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി. SFIയെ തിരുത്താൻ, സ്വയം തിരുത്താൻ ഇനിയും തയ്യാറല്ലേ മുഖ്യമന്ത്രി CPM? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ M. വിജിൻ MLA, അഡ്വക്കേറ്റ് BRM ഷഫീർ, ഗുരുദേവ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ഭാസ്കർ, കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ രമ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ BRMലേക്ക് പോകുന്നു. ശ്രീ BRM ഷഫീർ, മുഖ്യമന്ത്രിയുടെ പ്രസംഗം താങ്കളും കേട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കടുത്ത ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് പറയുമ്പോഴും തെറ്റുണ്ടെങ്കിൽ തെറ്റ് എന്ന് പറയാൻ ഞങ്ങൾക്ക് മടിയില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രി, പക്ഷേ SFIയുടെ ഈ സംഭവങ്ങളെ, സുനിൽ ഭാസ്കർ അടക്കം നേരിട്ട അക്രമ സംഭവങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, അന്ന് ഉണ്ടായ രക്ഷാപ്രവർത്തനമില്ല, അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം ജനത്തിനിടയിൽ അവമതിപ്പുണ്ടായി എന്ന് അവരുടെ പാർട്ടി കമ്മിറ്റികൾ വിലയിരുത്തുമ്പോൾ മുഖ്യമന്ത്രി സഭയിൽ പറയുകയാണ്, ഒന്നുമില്ല, ഒരു തിരുത്തുമില്ല, അത് രക്ഷാപ്രവർത്തനം തന്നെയാണ്, ഒരു മാറ്റവുമില്ല, അതിന്നും പറയും, നാളെയും പറയും, എല്ലാ കാലവും അത് തന്നെ പറയും. BRM ഷഫീർ. ബഹുമാനായ പിണറായി വിജയനെ തിരുത്താനൊന്നും ഞങ്ങൾ ശക്തരൊന്നുമല്ല. പക്ഷേ ഞങ്ങളെക്കാളും ജനാധിപത്യത്തിലെ യജമാനന്മാരായ ജനങ്ങൾക്കൊരു തിരുത്തുണ്ട്. ആ തിരുത്തലിന് വിധേയമാകാൻ പോകുന്ന CPMും പിണറായി വിജയനും ഒരു കാര്യം ഓർത്തു വെക്കുന്നത് നല്ലതാണ്. അമ്പെ പരാജയപ്പെട്ട് പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന നിങ്ങളെ ജനങ്ങൾ തിരുത്താനൊരു അവസരം തന്നിട്ടും നിങ്ങളുടെ അഹങ്കാരവും നിങ്ങളുടെ മർക്കടമുഷ്ടിയും സഭയ്ക്കകത്തും പുറത്തും നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രത്യേക തരത്തിലുള്ള ഭാഷയും ശരീരഭാഷയും നിങ്ങൾ മാറ്റിയില്ല എങ്കിൽ ഒരു കാര്യം നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ, ഇതോടുകൂടി ബംഗാളിൽ എങ്ങനെയാണോ തകർന്നു തീർന്നത് അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ മാറാൻ പോവുകയാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പറയുകയാണ്, ഒരു കൂട്ടം ചെറുപ്പക്കാർ, സമരത്തിന് പോകാത്തവർ, കൺസെഷൻ വേണ്ടിയിട്ട് സമരം ചെയ്യാത്തവർ, 3000 കോടിയിൽ പരം രൂപയുടെ പണം വിദേശ രാജ്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഏകദേശം 5 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ നാട് വിട്ടോടിപ്പോകുന്ന, വിദേശത്ത് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തെക്കുറിച്ച് സംവദിക്കാൻ തയ്യാറാത്ത ഒരു മുഖ്യമന്ത്രി ഒരു അക്രമി കൂട്ടത്തോട് പറയുകയാണ്, ഇതോക്കൂ, ഇതാണ് ജീവൻ രക്ഷാപ്രവർത്തനം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം മുഖ്യമന്ത്രി ആവർത്തിക്കുകയാണ്. ഈ ആവർത്തനത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്നറിയോ? ബഹുമാന്യ മുഖ്യമന്ത്രി, താങ്കൾ തിരുത്താനേ തയ്യാറല്ല. ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നെ ആർക്കും തിരുത്താൻ കഴിയില്ല എന്നുള്ള ധാർഷ്ട്യമാണ് ബഹുമാന്യ മുഖ്യമന്ത്രിയെ നയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. എന്നാൽ കുറച്ചുകൂടി പക്വമായിട്ടാണ് ബഹുമാന ശ്രീ AK ബാലൻ ഇന്ന് പ്രതികരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, ഇടത് ബന്ധമില്ലാത്തവർ SFIയിൽ പ്രവർത്തിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീ AK ബാലൻ കൃത്യമായി തന്നെ അദ്ദേഹം വാർത്താമാധ്യമങ്ങൾക്ക് മുമ്പിൽ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഇടത് ബന്ധമില്ലാത്തവർ SFIയിൽ പ്രവർത്തിക്കുന്നു, SFI തിരുത്തണം. അത് പിണറായി വിജയനെ റദ്ദ് ചെയ്യുന്ന ആ നടപടിയാണ്. രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയുടെ നേതാവ്, സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം, അദ്ദേഹം അല്പം കൂടി കടത്തി പറഞ്ഞു, SFIയുടെ പ്രവൃത്തി, SFI തുടരുന്നത് പ്രാകൃതമായ സംസ്കാരം, ഇത് ഇടതുപക്ഷത്തിന് യോജിച്ചതല്ല, തള്ളിപ്പറയേണ്ടി വരും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കും CPMന്റെ സംസ്ഥാന അറിയപ്പെടുന്ന നേതാക്കന്മാർക്ക് പോലും മനസ്സിലായൊരു ദഗ്ധമായ സത്യം ഇന്നും സഖാവ് പിണറായി വിജയന് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ ഏത് ലോകത്താണ്, ആരെയാണ് വെള്ളപൂശുന്നത് എന്ന് കേരളം കാണുന്നുണ്ട്. ബഹുമാന സഖാവ് പിണറായി വിജയൻ, നിങ്ങൾ ഇനിയും പഠിച്ചില്ലേ? നിങ്ങൾ തോറ്റു തൊലഞ്ഞു. പിണറായി വിജയൻ്റെ നാട്ടിൽ CPMന്റെ കൊടി ആദ്യമായിട്ട് CPയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം ചെയ്ത പാറപ്പുറത്ത്
ശ്രീ കെ സുധാകരനെ സ്വീകരിക്കാൻ ഒരാൾ പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, ബൂത്തുകളിൽ 100-150 വോട്ടിന്റെ ലീഡ് വന്നത് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകൾ മാറി ചിന്തിച്ചത് കൊണ്ടാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു പാർട്ടികളിലേക്ക് വോട്ടുകൾ ഒഴുകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയം കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ സംഭവ വികാസങ്ങൾ എടുക്കാം. ഇവിടെ ഒരു അധ്യാപകൻ ഇരിപ്പുണ്ട്. നിങ്ങൾ നോക്കണം, ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ ഗുരുദേവ കോളേജിന്റെ പ്രിൻസിപ്പളിനോട് പറയുകയാണ്, നെഞ്ചിൽ അടുപ്പ് കൂട്ടും, കാലടിച്ചൊടിക്കും. എന്തിനാണ് സാർ പറയുന്നത്? പുറത്തുനിന്നുള്ളൊരാൾ ഈ കോളേജുമായി ബന്ധപ്പെട്ട റിസപ്ഷനിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരിടത്ത് വന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ 5 മിനിറ്റിനുള്ളിൽ മാറ്റണമെന്ന് ഒരു പ്രിൻസിപ്പൽ പറഞ്ഞാൽ ആ പ്രിൻസിപ്പളിനെ കടന്നാക്രമിക്കുക, പ്രിൻസിപ്പൽ അടിച്ചു കൊന്ന് കള്ളക്കേസ് കൊടുക്കുക, എന്നിട്ട് പ്രിൻസിപ്പളിന്റെ കൈയും കാലും വെട്ടുമെന്ന് പറയുക, എന്നിട്ട് നെഞ്ചിനും കൂട് അടിച്ച് പൊട്ടിക്കുമെന്ന് പറയുക. എന്താണ് സാർ ഇവരുടെ വിചാരം എന്താണ്? SFI എങ്ങനെയാണ് ഇത്ര കാടൽ സംഘടനയായിട്ട് അധപതിച്ചത്? നിങ്ങൾക്കറിയോ, ബംഗാളിൽ ഒരു പാർട്ടി തകർന്നു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ DYFIയും അവിടുത്തെ SFIയും എടുത്ത കൊലവിളി രാഷ്ട്രീയവും അടിക്കലും അടിച്ചമർത്തലും കൊലപാതകം നടത്തലും ഉപ്പിട്ട് കുഴിച്ചുകൂടലും ഒക്കെയാണ് ബംഗാളിൽ നാമാവശേഷമായി പോയത്. ഞങ്ങൾ കൂടി ഒത്തുപിടിച്ചിട്ട് പോലും ജനങ്ങൾ ആ ഭീതിയിൽ നിന്ന് മുക്തരായിട്ടില്ല. ഇവർ വോട്ട് ചെയ്യാൻ അവർ തയ്യാറാകുന്നില്ല. ആ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കണമോ എന്ന് ഇടതുപക്ഷം ചിന്തിക്കണം. ഇവിടെ ഒരു ടീച്ചർ ഇരിപ്പുണ്ട്. ആ ടീച്ചർ ഇന്നലെ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാണ്, എൻ്റെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ജീവിക്കാൻ മാർഗമില്ലാത്ത തരത്തിലേക്ക് പെൻഷൻ തടഞ്ഞു വെച്ചുകൊണ്ട് ഒരു അക്രമി കൂട്ടത്തെ വിലവൽ ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ ഒരു പ്രിൻസിപ്പളിന്റെ പെൻഷൻ തടഞ്ഞു വെക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? ആർക്കധികാരം? ഒരു പ്രിൻസിപ്പളിന്റെ നെഞ്ചിനൊക്കെ തടിപ്പ് കൂട്ടുമെന്ന് പറയാൻ വിദ്യാഭ്യാസമുള്ളവർ, അക്ഷരം പഠിച്ചവർ, ഗുരുത്വമുള്ളവർ, കേരളത്തിലെ മലയാളികൾ ഇത് കാണുന്നുണ്ടെന്നുള്ള ബോധ്യമെങ്കിലും നിങ്ങൾക്കുണ്ടാകണ്ടേ? ഇന്നലെ നോക്കൂ, ഇന്നിപ്പോ നോക്കൂ, ഇവിടെ കഴക്കൂട്ടത്ത് കാര്യവട്ടത്തെ ക്യാമ്പസിൽ അവിടെ MAക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയെ 9 മണിക്ക് ലോ അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥി കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവന്നാക്കുന്നു. സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചിട്ട് ബൈക്ക് കയറി അവിടെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഒറ്റപ്പാലത്തെ മുൻ MLAയുടെ മകൻ ഫോണിലൂടെ വിളിച്ചു പറയുകയാണ്, വരുന്നവനെ തൂക്കട എന്ന് വിളിച്ചു പറയുകയാണ്. തൂക്കട എന്ന് വിളിച്ചു പറയുകയാണ്. അവനെ തടഞ്ഞു വെക്കുന്നു. ഇടനാഴിയിൽ വെച്ച് ക്രൂരമായി ഉപദ്രവിച്ചതിന് ശേഷം നേരെ കൊണ്ടുപോയി 101 നമ്പർ റൂമിൽ കൊണ്ടുപോയി ഇടിമുറിയിൽ കൊണ്ടുപോയി ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നു. പോലീസിന്റെ സാന്നിധ്യത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇവിടത്തെ ന്യായമാണ് സാർ? കുറെ ദിവസക്കാലമായിട്ട് SFIയുടെ പ്രവർത്തകർ എങ്ങനെയാണ് ഇങ്ങനെ വിരളി കൊണ്ട് നടക്കേണ്ട കാര്യം എന്താണ്? എത്രയോ സന്ദർഭങ്ങൾ നിങ്ങൾക്കറിയില്ലേ? 2 മാസം മുമ്പ് CPMന്റെ തകർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ആഴം കൂട്ടിയ ഒരു സംഭവമാണ് സിദ്ധാർത്ഥന്റെ മരണം. ആ സിദ്ധാർത്ഥൻ എന്ന ഒറ്റ ആളിനെ ഏകദേശം 2-3 ദിവസക്കാലത്തോളം വിചാരണ നടത്തി ടെന്നീസ് കോർട്ടിൽ കൊണ്ടുപോയി കെട്ടി ബെൽറ്റിനും കമ്പിക്കും അടിച്ച് പഠിപ്പിച്ച് അവരെ കൊന്ന് കൊലവിളിച്ചപ്പോ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ കൊലയ്ക്ക് കൊടുത്തപ്പോ ആ അമ്മയുടെ ശാപവും അമ്മയുടെയും അച്ഛൻ്റെയും നിലവിളിയും കേരളം ഏറ്റെടുത്തു. എങ്ങനെയാണ് ഇവിടെ സിദ്ധാർത്ഥന്മാരുണ്ടാകുന്നത്? അന്ന് CPM സാംസ്കാരിക നായകന്മാരെല്ലാവരും പറഞ്ഞു, SFI തിരുത്തണം, ഇടിമുറികൾ അവസാനിപ്പിക്കണം. ജസ്റ്റിസ് PK ശംസുദ്ദീന്റെ ഒരു സ്വകാര്യ റിപ്പോർട്ടുണ്ട്, സ്വകാര്യ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. അന്വേഷണ കമ്മീഷൻ പറയുകയാണ്, മഹാരാജാസ് കോളേജിലും പാലക്കാട് കോളേജിലും തിരുവനന്തപുരത്ത് 2-3 കോളേജുകളിലും ഇടിമുറികളുണ്ട്. ആ ഇടിമുറികളിൽ ചെറുപ്പക്കാരായ പാവം വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കുകയാണ്. ഞാൻ ഈ ഘട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 2 വഴികളെ ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ളൂ. ഒന്ന്, SFIയിൽ ചേർന്ന് മുടിയുക, അവൻ്റെ ജീവിതം തകരുക, അവൻ പിന്നെ ഒരു സമൂഹത്തിൽ ആർക്കും വേണ്ടാത്തവനായിട്ട് മാറുക. അതല്ല എങ്കിൽ കിടപ്പാടം വരെ പണയം വെച്ചും വിറ്റുപറക്കി വിദേശത്തേക്ക് രക്ഷപ്പെടുക. വിദേശത്തേക്ക് രക്ഷപ്പെടുന്നതിന്റെ പുറകിൽ ഈ അക്രമിക്കൂട്ടമാണ്. കേരളത്തിൽ തീർക്കുന്നതിന്റെ അല്ല, ഞാൻ പറഞ്ഞിപ്പോ ഈ എം വിൻസെന്റ് MLA കേരളത്തിൽ നിന്ന് കുട്ടികൾ വിട്ടുപോകുന്നതിന് കാരണം SFI ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. രാജസ്ഥാനിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും പഞ്ചാബിലൊക്കെ ഇഷ്ടംപോലെ കുട്ടികൾ പോകുന്നുണ്ട്. അവിടെയൊക്കെയും SFI ആണോ കാരണം? ഞാൻ എത്താം. CM വിജിൻ MLA അതൊക്കെ അപ്പുറം അതായത് അടിയന്തര പ്രമേയ നോട്ടീസിനും അനുമതി തേടിക്കൊണ്ട് എം വിൻസെന്റ് MLA പറഞ്ഞു തുടങ്ങിയത് ഈ അക്രമ സംഭവങ്ങളുടെ പൊളിറ്റിക്കൽ പാട്രണേജ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ്. നോക്കൂ, പഴയ അക്രമ സംഭവങ്ങളെ ആരെന്തു പറഞ്ഞാലും ജനവിധി എന്തായാലും ഞാൻ കണ്ടതേ കാണൂ, ഞാൻ കാണേണ്ടതേ കാണൂ എന്ന ധാർഷ്ട്യത്തിൽ മുഖ്യമന്ത്രി അത് ആവർത്തിക്കുമ്പോൾ ഇത്തരം അക്രമ സംഭവങ്ങൾ എത്ര വേണേ കാണിക്ക്, ഞങ്ങൾ നോക്കിക്കോളാം എന്ന പൊളിറ്റിക്കൽ പാട്രണേജിന് നൽകുകയല്ലേ അക്രമ സംഭവങ്ങൾക്ക് മുഖ്യമന്ത്രി CM വിജിൻ? അല്ല, ഇവിടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേരള നിയമസഭയിൽ മുഴുവനായി കേട്ട ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ അങ്ങയുടെ ആംഗിള്,
കോൺഗ്രസ് പ്രതിയുടെ ആംഗിളും ഒക്കെ ശ്രീ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചു കൂടിയാകുന്നത്. കാരണം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ വേട്ടയാടുക എന്നത് ഒരുപാട് കാലമായി ഇവിടുത്തെ പ്രതിപക്ഷവും മാധ്യമങ്ങളും തുടങ്ങി വെച്ച ഒന്നാണ്. അദ്ദേഹത്തെ മോശക്കാരനായി ചിത്രീകരിക്കുക, നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുക, ഇത് കുറേയായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതുള്ളൂ. കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്ന് കേരള നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന് ഞാൻ പ്രിൻ്റായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഈ ചർച്ചയിൽ വരുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കയ്യിൽ മുഴുവൻ വീഡിയോ ഉണ്ടാവും. പക്ഷെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം SFI എന്ന പ്രസ്ഥാനത്തെ ആകമാനം, അദ്ദേഹത്തിൻ്റെ തുടങ്ങൽ തന്നെ ഒരു പ്രശ്നത്തെ മുൻനിർത്തിക്കൊണ്ട് ഒരു സംഘടനയെ ആകെ തന്നെ ആക്രമിച്ചില്ലാതാക്കുക എന്ന രീതി ശരിയല്ലല്ലോ എന്ന സമീപനം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ക്യാമ്പസുകൾ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന അവസ്ഥ തീർത്തും നിർഭാഗ്യകരമാണ്. ഇതുണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന വ്യക്തമായ അഭിപ്രായമുള്ള സർക്കാരാണിത്. ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിന്റെ ഭാഗമായി പോലീസ് ആവശ്യമായി ഇടപെടലുകൾ നടത്തേണ്ടി വരുന്നുണ്ട്. ആ പ്രസംഗത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അത് ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ക്യാമ്പസിലെ സംഘടനകൾ അപനബിയും അനബലൻഷീനുമാണ്. ഇക്കാര്യത്തിൽ ഉത്തരവാദികളായവർ നടപടി നേരിടുക തന്നെ വേണം. ഒരു പ്രത്യേക സംഘടന എല്ലാ കുറ്റങ്ങളും ചാർത്തി വസ്തുക്കളെ വക്രീകരിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങൾ വഴിവിട്ടു പോകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികൃതരും സമാധാന പാലകരും ക്യാമ്പസിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള സംഘർഷം അനഭിലഷണീയമാണ് എന്ന് മുഖ്യമന്ത്രി വേണം കേരളത്തിന് അറിയാൻ. സർ, ഇവിടെ എങ്ങനെയാണ് ഇത്തരം അക്രമ സംഭവങ്ങളെ നിരുപാധികം തള്ളിപ്പറയേണ്ടത് എങ്ങനെയാണ്? അത് തള്ളിപ്പറയേണ്ട സന്ദേശം കൊടുക്കേണ്ട വേദിയിൽ മുഖ്യമന്ത്രി പറയുന്നത് അത് രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഏതാണ് രക്ഷാപ്രവർത്തനം? ഈ പറയുന്ന വിയോജിക്കുന്നവരെ, സമരക്കാരെ അവിടെ ചാടി ഇറങ്ങി കുറുവടി കൊണ്ടും പൂച്ചട്ടി കൊണ്ടും തലയടിച്ച് കീറുക എന്നത് മുഖ്യമന്ത്രി കാണാത്ത ആളൊന്നും അല്ലോ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയല്ലേ. അത് രക്ഷാപ്രവർത്തനം തന്നെയാണ് എന്ന് ആ ഡിവൈഎഫ്ഐക്കാർക്ക് ഇപ്പോഴും മോറൽ സപ്പോർട്ട് കൊടുക്കുമ്പോൾ മുഖ്യമന്ത്രി പറയുന്ന സന്ദേശം എത്ര അക്രമ സംഭവം ഉണ്ടായാലും ഞങ്ങൾ ചേർത്ത് പിടിച്ചോളാം എന്നല്ലേ വിജിൻ? സർ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന് പ്രത്യേക അജണ്ട ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ചർച്ച മുന്നോട്ട് പോകും. ഞാൻ അത് തുടക്കത്തിൽ പറഞ്ഞു, എത്രയോ കാലമായി കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേട്ടയാടുന്നു. ഇവിടെ BRM ഷബീർ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് തോറ്റു തൊലഞ്ഞു. ആര്? ഇടതുപക്ഷം, മുഖ്യമന്ത്രി തോറ്റു തൊലഞ്ഞു. അതൊക്കെ താൽക്കാലികമായ വിജയത്തിൽ നിന്നുണ്ടായ അഹങ്കാരത്തിൽ കോൺഗ്രസിനും UDF-നും ഉണ്ടായതാണ്. അത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗം ഞാനിവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രമാണ്. ഈ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞൊരു പ്രയോഗം, തോറ്റു തൊലഞ്ഞു. തിരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടാവും, പരാജയം ഉണ്ടാവും. അതിനങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ട് അഹങ്കാരത്തിൻ്റെ തലത്തിലേക്ക് കോൺഗ്രസും UDF-ഉം പോകരുത്. ഞാനത് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷെ ഇന്ന് കേരള നിയമസഭയിലെ പ്രസംഗത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ ഫുൾ ടെക്സ്റ്റ് ഇടൂ. നവകേരള യാത്രക്കെതിരെ ഉണ്ടായ അക്രമ സംഭവങ്ങളാണെന്നും അത് തെരഞ്ഞെടുപ്പിൽ വോട്ട് കളഞ്ഞുവെന്നും അത് അവമതിപ്പുണ്ടാക്കിയെന്നും നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യമല്ലേ? അത് മുഖ്യമന്ത്രിക്ക് ബോധ്യമില്ലാത്തത് എന്താണ്? ഞാൻ ഇന്നും പറയും, ഇപ്പോഴും പറയും, ഇന്നലെയും പറഞ്ഞു, നാളെയും അത് തന്നെ പറയും. രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഞാൻ കണ്ടതേ ഞാൻ പറയൂ. സർ, കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അതിനുശേഷം നടന്ന കൊടിയ അക്രമ സംഭവങ്ങൾ കണ്ടില്ലെന്നാണോ? അതിനെ പിന്നെയും ന്യായീകരിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് CM വിജിൻ? അല്ല, അവിടെ ഞാനൊരു കാര്യം ചോദിക്കോട്ടെ. നവകേരള സദസ്സ് നിങ്ങൾ ഈ പറയുന്ന വിഷയമുണ്ടായത് കല്യാശ്ശേരിയാണല്ലോ, എൻ്റെ മണ്ഡലത്തിലാണല്ലോ. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട MLA ആയിരുന്ന ഞാനായിരുന്നല്ലോ. ഞങ്ങൾ 2 മാസം വളരെ കഷ്ടപ്പെട്ട്, നിങ്ങൾ പറയുന്ന ഈ പ്രതികളായ ആളുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ വളണ്ടിയർമാരായിരുന്നു. 2 മാസം വളരെ കഷ്ടപ്പെട്ട് ഒരു പ്രവർത്തനം വിജയിപ്പിക്കുന്നത് രാപ്പകലില്ലാതെ ഇടപെട്ടവരാണ്. ഞങ്ങളുടെ ആ പ്രവർത്തനം നവകേരള സദസ്സിൻ്റെ സ്വീകരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസും KSUം സ്വീകരിച്ച സമീപനം എന്താ? അവർ ബഹിഷ്കരിച്ചവരാണ്, ഇല്ലേ? ആ നവകേരള സദസ്സിനെ ബഹിഷ്കരിച്ചവരാണ് UDF. ശരി, നല്ലത്, നിങ്ങളുടെ സമീപനം അതാണ്, ശരിയായ തീരുമാനം നിങ്ങൾ എടുത്തു നിങ്ങൾക്ക് തോന്നട്ടെ. പക്ഷേ ബഹിഷ്കരിച്ചവർ എന്തിനാണ് നവകേരള സദസ്സിന്റെ കേന്ദ്രത്തിലേക്ക് വരുന്നത്? ഈ പറഞ്ഞ കൃത്യമായി അറിയുന്ന ആളല്ലേ ഞാൻ. ഞാൻ ചോദിച്ചത് സാർ, അവർക്ക് പ്രശ്നമുണ്ട്, ആ പ്രശ്നം ചർച്ച ചെയ്യാം. അവിടെ വിയോജിപ്പുണ്ട്. കേരളത്തിൽ കരിങ്കൊടി കാണിക്കലും മണ്ടിക്ക് മുന്നിൽ പോയി പ്രതിഷേധിക്കലും കേരളത്തിൽ നടാടെ ചരിത്രത്തിൽ ആദ്യം നടന്ന ഭീകര സംഭവമല്ല. അവിടെ അതുണ്ടായി. അവിടെ ഡിവൈഎഫ്ഐ ഇറങ്ങി അവരുടെ എന്താണ് പോലീസ് ചെയ്യേണ്ടവർ ഡിവൈഎഫ്ഐ ചെയ്തു. അത് കേരളം ഒന്നാകെ അവമതിപ്പും അത് വലിയ പുച്ഛവും ഉണ്ടാക്കി. ശ്രീ വിജിൻ, അത് നാട്ടുകാർക്ക് മൊത്തം ബോധ്യപ്പെട്ടിട്ടും പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടും മുഖ്യമന്ത്രി പിന്നെയും അതങ്ങ് പറയാതിരുന്നൂടെ? അതങ്ങ് വിട്ടുകളഞ്ഞൂടെ? എന്തിനാണ് പിന്നെയും ആവർത്തിച്ച്? ഞാൻ ഇന്നും പറയും, സാർ, ഈ മാസ് ഡയലോഗുകളൊന്നും കേരളം ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ല.
സാർ അത് തന്നെയാണ് നിങ്ങളോടും പറയാനുള്ളത്, മാധ്യമങ്ങളോട്. നിങ്ങൾ കുറച്ച് നാളുകളായി ഇത്തരം മാസ് ഡയലോഗുകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ബോധ്യം അദ്ദേഹം പറയും. ശ്രീ പിണറായി വിജയനെ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഹാഷ്മിക്ക് ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ ബോധ്യം, ആ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ദു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ബോധ്യം ഒന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. നിങ്ങളിവിടെ വിഷ്വൽ വെച്ചോളൂ, പക്ഷേ അതിന്റെ ഭാഗമായി അവരെ അക്രമത്തെ കുറിച്ചാണ് അങ്ങ് കാണിച്ചോളൂ. ബഹുമാനപ്പെട്ട എം എൽ എ ഈ സംഭവത്തിൽ കൊലപാതക ശ്രമത്തിൽ കേസെടുത്തിട്ടില്ലേ? അദ്ദേഹം പറഞ്ഞെന്താ? ഈ സംഭവത്തിൽ വധശ്രമത്തിന് കേസെടുത്തിട്ടില്ലേ? അപ്പം ഈ വധശ്രമത്തിന് കേസെടുത്ത ആഭ്യന്തര വകുപ്പിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. അപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലെ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത സംഭവം രക്ഷാപ്രവർത്തനമാണെന്ന ബോധ്യത്തിൽ മുഖ്യമന്ത്രി ഉറച്ചിരുന്നാൽ എങ്ങനെയാണെന്ന് ശരിയാവുക? എം വിജിൻ അദ്ദേഹം ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് എന്താ? ആ വാഹനം കടന്നു പോകുമ്പോൾ വാഹനത്തിന് മുന്നിലേക്ക് വരുന്നവരെ പിടിച്ചു മാറ്റുന്ന എന്റെ ബോധ്യത്തിൽ നിന്നാണ് എന്നാണ്. അത് തന്നെയല്ലേ ഉണ്ടായത്? അവിടെ പിടിച്ചു മാറ്റുകയായിരുന്നില്ലേ? പിടിച്ചു മാറ്റിയ വളണ്ടിയർമാരെയല്ലേ? വളണ്ടിയർമാർ, നിങ്ങൾ ആ വിഷ്വൽ നോക്കൂ. ഞാൻ ഇതുവരെ ഒരു മാധ്യമത്തിൽ പ്രവർത്തിച്ചു. നിങ്ങൾ ആ വിഷ്വൽ നോക്കൂ. ആ വളണ്ടിയർമാരെ മഞ്ഞ തൊപ്പിയിട്ടവരാണ്. ഞങ്ങളാണ് വളണ്ടിയർമാരെ തിരിച്ചറിയാൻ മഞ്ഞ ക്യാപ്പ് കൊടുത്തത്. അന്ന് അക്രമം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ വാഹനത്തിന് മുന്നിലേക്ക് പോകുമ്പോൾ തിരിച്ച് അവരെ പിടിച്ചു മാറ്റുമ്പോഴല്ലേ തിരിച്ചക്രമം ഉണ്ടാകുന്നത്? ജനാധിപത്യ രാജ്യമാണ്. അത് പോലീസിന്റെ പണിയല്ലേ? അത് പോലീസിന് കഴിവില്ലെങ്കിൽ അതിനെ പിരിച്ചുവിടാ, സംവിധാനം പിരിച്ചുവിട്. ഡിവൈഎഫ്ഐ ഈ നിയമം ഏറ്റെടുക്കാനാണെങ്കിൽ. അല്ല, അങ്ങ് പറഞ്ഞ പോലെ മാസ് ഡയലോഗ് ഒന്നും ഇപ്പൊ അത്ര യേശുന്നില്ല എന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ മതി. അങ്ങ് ചർച്ചയിൽ മാസ് ഡയലോഗുകൾ വെച്ചാൽ അത്ര യേശില്ല. സാർ, അങ്ങാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങയുടെ പാർട്ടി മനസ്സിലാക്കണം. അങ്ങനെ പാർട്ടി എന്നല്ല, മുഖ്യമന്ത്രി മനസ്സിലാക്കണോ? അത് ഇത് BGM ഇട്ട് നിങ്ങളുടെ പാർട്ടിക്കാർ പോലും പ്രചരിപ്പിക്കുന്നില്ല. ഇപ്പോ നിങ്ങളുടെ പാർട്ടിക്കാർ പോലും പ്രചരിപ്പിക്കില്ല ആ സാധനം. സാധാരണ പാവം പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലായി നല്ല പോക്കല്ലാന്ന്. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് അങ്ങൊക്കെ വിചാരിക്കുന്നത് ഇതല്ല അങ്ങ് ഒളിച്ചുപോയി എന്ന് അങ്ങൊക്കെ പ്രചരിപ്പിക്കാൻ നോക്കുന്നുണ്ടോ? അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് ഈ ചർച്ചയിൽ ഉൾപ്പെടെ വിഷയം. ഞാൻ ചർച്ചയുടെ വിഷയത്തിലേക്ക് ഇതുവരെ കടന്നു പോയിട്ടില്ല. അങ്ങ് ഒരു വിഷയത്തിലിട്ട് എന്നെ കറക്കിക്കൊണ്ടിരിക്കുകയാണ്. കറക്കട്ടെ, ഏതായാലും ഞാനും അതിൽ കറങ്ങാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുന്നത്. അങ്ങ് എല്ലാം പറയുമ്പോൾ പറയുന്നത് ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു. നിങ്ങൾ ധരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മറ്റു പല കാര്യങ്ങളും ഉണ്ട്. ഈ പാർട്ടി, ഈ പ്രസ്ഥാനം എന്തുകൊണ്ട് തോറ്റു എന്നതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായി മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അത് ജനങ്ങളിലേക്ക് ഇറങ്ങിത്തെല്ലുക തന്നെ ചെയ്യും. അതുകൊണ്ട് 24ഉം UDFും ഇന്നതാണ് വിഷയം, അതുകൊണ്ടാണ് നിങ്ങൾ തോറ്റത് എന്ന് അഡ്മിറ്റ് ചെയ്ത് ബന്ധമുണ്ട്, ഞങ്ങൾ തിരുത്തും. ഡോക്ടർ സുനിൽ ഭാസ്കർ ഇവിടെ ചോദിച്ചില്ല. ഞാൻ അതിലേക്ക് എത്താം. ഡോക്ടർ സുനിൽ ഭാസ്കർ, ഇവിടെ താങ്കളുടെ മർദ്ദനമേറ്റൊരു SFI നേതാവിന്റെ കർണപടം പൊട്ടി എന്ന മെഡിക്കൽ റിപ്പോർട്ടൊക്കെ വെച്ച് SFI അതിനെ പ്രതിരോധിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ സാർ? ഹാഷ്മി, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാനിപ്പോൾ കൊയിലാണ്ടിയിലാണ് പ്രിൻസിപ്പളായിട്ടുള്ളത്. കൊയിലാണ്ടിയിൽ ഈ കോളേജിൽ അല്ലെങ്കിൽ കൊയിലാണ്ടി പരിസര പ്രദേശത്തും ഒരു SFI ഏരിയ കമ്മിറ്റി പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ അടിച്ച് കർണപടം പൊട്ടിച്ചിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് ഈ 24 ലൈവ് തരാനായിട്ട് ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ പറയൂ. ഏതായാലും ഒരു ശുഭസൂചകമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വരുന്നിരിക്കുന്ന MLA പറയുന്നത്, ബഹുമാന്യായ MLA പറയുന്നത്, ഈ ക്യാമ്പസുകളിൽ നടക്കുന്ന ഈ വിദ്യാർത്ഥി സംഘർഷങ്ങളൊന്നും നല്ലതല്ല എന്നുള്ളൊരു നിലപാട് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു അപേക്ഷയാണ് ഈ MLAയുടെ മുന്നിൽ വെക്കാനുള്ളത്. എല്ലാ വർഷവും ജൂൺ മാസത്തിൽ അക്കാഡമിക് കലണ്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കേരളത്തിലെ മുഴുവൻ പ്രിൻസിപ്പൽമാർക്കും ഓരോ ഹെൽമെറ്റ് സപ്ലൈ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ISI ബ്രാൻഡഡ് ആയിട്ടുള്ള പറ്റുമെങ്കിൽ ഒരു ഹെൽമെറ്റ് തരാനായിട്ട് ശ്രദ്ധിക്കുക. അത് ആകുമ്പോൾ നന്നായിരിക്കും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ രക്ഷിക്കാമല്ലോ. അല്ല, ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഈ വിദ്യാർത്ഥി കാണിക്കുന്നുണ്ട് സുനിൽ ഭാസ്കർ. അത് കാണിക്കുന്നുണ്ട്. ഇത് താങ്കളെ, ഞാൻ പറഞ്ഞത് താങ്കൾ ഇനിയും വിദ്യാർത്ഥികൾ എന്ത് പെരുമാറിയെന്ന് പറഞ്ഞാൽ പോലും താങ്കളെ മർദ്ദിക്കുന്നതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. അങ്ങേയറ്റം അതിനെ തള്ളിപ്പറയേണ്ട നടപടിയാണ്. പക്ഷേ ഒരു മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പറയുന്നു, ഒരു അഭിനവ് എന്ന ഒരു കുട്ടിയുടെ കർണപടത്തിന് പ്രശ്നമുണ്ട് എന്ന മെഡിക്കൽ റിപ്പോർട്ട് അടക്കം പറയുന്നു. അതെങ്ങനെ ഉണ്ടായിരിക്കാം എന്നാണ് അങ്ങയുടെ ഒരു ബോധ്യം സർ? അതൊരു അല്പം വിശദമായിട്ട് പറയാൻ അനുവദിക്കാമെങ്കിൽ ഞാനത് വിശദമായിട്ട് പറയാം. ഈ കോളേജിൽ നിന്നും എന്നെ ആക്രമിച്ചതിന് ശേഷം ഈ കോളേജിലെ അധ്യാപകർ കൂടി എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിയ സമയത്ത് അവിടെ ഒരു ക്രോണോളജി ഓഫ് ഇവൻറ്റ്സ് ഉണ്ട്. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനൊരു അല്പസമയം വേണ്ടി വരും.
അപ്പോൾ ആ സമയം ഞാൻ എടുക്കുകയാണ്. ഇതുവരെ മറ്റ് ചാനലുകളിലും മറ്റ് സ്ഥലങ്ങളിലെങ്ങും ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ്. അത് ഇന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു വിദ്യാർത്ഥി സംഘടനയല്ലേ എന്നുള്ള ഒരു പരിഗണനയുടെ പേരിലാണ്. അവിടെ മറ്റ് ചില വ്യക്തികളുടെ പേര് കൂടി ഇന്ന് പുറത്തു വരും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ ഈ കാഷ്വാലിറ്റിയിൽ എന്നെ എത്തിച്ചപ്പോൾ അവിടെ ഞാനായിരുന്നു 1ാം നമ്പറായിട്ടുള്ള പേഷ്യൻറ്റ്. എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫ് സെക്രട്ടറി 2ാമതായിട്ടുണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു നാട്ടിൻപുറത്തുകാരനായ ഒരു വ്യക്തിയുണ്ട്. 4ാമതായിട്ട് ഞങ്ങൾ കയറി ആ കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോൾ ഞങ്ങളെ ചേസ് ചെയ്ത് വന്ന ഈ SFIയുടെ കുട്ടികൾ, ഞങ്ങളെ ആക്രമിച്ച ഒരു സംഘം കുട്ടികൾ കൂടി അതിൽ കയറി. അവരൊരു 8-10 കുട്ടികളോളം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ചെറിയ മുറിക്കുള്ളിൽ ഇത്രയും ആളുകളെ. അപ്പോൾ അവിടെ നിന്ന് അവർ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇത് ചെയ്യണ്ട, അത് നോക്കണ്ട എന്നുള്ളൊരു അവർ ഈ ഡോക്ടേഴ്സിന് നിർദ്ദേശം കൊടുത്തപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കാൻ. ഈ പുറത്തിറങ്ങി നിൽക്കുന്ന കുട്ടികൾ അപ്പം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഡോക്ടർ കൂടി പുറത്തു പോയി. അപ്പോൾ ഈ ഡോക്ടർ പുറത്ത് പോയി കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നത് ആ ഡോറ് തുറന്നു കിടക്കായിരുന്നു. അവരെ ഡോർ അടയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയുടെ കോറിഡോറിൽ അവിടുത്തെ CCTV ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാവുന്നേ ഉള്ളൂ. ആ കോറിഡോറിൽ നിന്ന് ഈ ഞാൻ ആക്രമിച്ചു എന്ന് പറയുന്ന കുട്ടിയും ആ കുട്ടിയെ കൊണ്ടുവന്ന മറ്റു കുട്ടികളും ചേർന്നിട്ട് ഈ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഡെസ്കിൽ ഇരിക്കുകയാണ്. എൻ്റെ കൈയാണ് പൊട്ടിയിരിക്കുന്നത്. ആ കൈ പൊട്ടി ആ കൈ നോക്കുന്നതിന് പകരം സ്വെല്ലിങ്ങോട് കൂടി വന്നിരിക്കുന്ന കൈ നോക്കുന്നതിന് പകരം എൻ്റെ പിന്നിൽ ക്യൂവിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന കുട്ടിയെയാണ് ഈ ഡോക്ടർ പുറത്തുപോയി ശ്രമിക്കുക. ഇതൊരു മെയിൽ ഡോക്ടറാണ്. ആ സമയത്ത് കൗണ്ടറിൽ ഒരു മെയിൽ ഡോക്ടറും ഫീമെയിൽ ഡോക്ടറും ഉണ്ട്. ഇതിൽ ഈ മെയിൽ ഡോക്ടറാണ് ഈ കുട്ടികളുടെ കൂടെ പുറത്തുപോയി സംസാരം നടന്നിരിക്കുന്നത്. ഈ കുട്ടിയും ഈ ഡോക്ടർമാരും തമ്മിലുണ്ടായ ഈ സംഭാഷണം നടന്നതിന് ശേഷം ആ കുട്ടി എവിടെയൊക്കെ പോയി നോക്കുക, അവരുടെ CCTV എടുത്ത് നോക്കുക. ഡോക്ടർ മാനിപ്പുലേറ്റ് ചെയ്തെന്നാണോ പറയുന്നത്? ഡോക്ടർ മാനിപ്പുലേറ്റ് ചെയ്തെന്നാണോ പറയുന്നത്? അതോ മറ്റാരെങ്കിലും മർദ്ദിച്ചു എന്നാണോ പറയുന്നത്? എന്തായിരുന്നു ഈ നോക്കൂ ഞാൻ പറയാം കാശ്മീർ, ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നടന്നു വരുന്ന രോഗി, ഞങ്ങളാരും സ്ട്രക്ചറിലല്ല വരുന്നത്. ആ രോഗിയെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഡോക്ടർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ ഡോക്ടറും 4ാമത് നിൽക്കുന്ന പേഷ്യന്റ്, ഞാൻ ടേബിളിൽ ഇരിക്കുകയാണ്. സാർ ആരോപിക്കുന്നത് കൊയിലാണ്ടി ആശുപത്രിയിൽ ഈ കുട്ടിയുടെ കർണപുടം പൊളിഞ്ഞു എന്ന കള്ള സർട്ടിഫിക്കറ്റ് എഴുതിയെന്നാണ് താങ്കൾ ആരോപിച്ചു വരുന്നത്. നിങ്ങൾ നോക്കൂ, അതിനുശേഷമാണ് ഈ കർണപടം പൊളിഞ്ഞു എന്ന് പറയുന്ന കഥ വരുന്നത്. എന്റെ അടുത്ത് പറയൂ. മെഡിക്കൽ റിപ്പോർട്ടുണ്ട്, ഒരു MRI സ്കാൻ ഉണ്ട്, ഒരു സ്കാൻ റിപ്പോർട്ടുണ്ട്, ഒരു 3D റിപ്പോർട്ടുണ്ട് കർണപടം പൊളിഞ്ഞു എന്നുള്ളതിന്റെ. അതപ്പോൾ ഇനി വ്യാജമായി സർട്ടിഫിക്കറ്റ് എഴുതി ചേർത്തതാണെങ്കിൽ ശാസ്ത്രീയ പരിശോധനയിൽ കർണപടം പൊളിഞ്ഞതായുള്ള റിസൾട്ട് വരില്ലല്ലോ സാർ, വരുമോ? അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ നോക്കൂ, അത് അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഇത് കൊയിലാണ്ടി ഗുരുദേവ കോളേജിന്റെ പ്രിൻസിപ്പൾ വരുത്തിയെന്നുള്ളൊരു എന്തെങ്കിലും തെളിവ് പുറത്തുണ്ടെങ്കിൽ പുറത്തു വിടുക. ആ കോളേജിലെ CCTV 1.5 മണിക്കൂറോളം ദൈർഘ്യം വരുന്ന CCTV ഫുട്ടേജ് കൊയിലാണ്ടി പോലീസ് ബാക്കപ്പ് ചെയ്ത് എടുത്തിട്ട് പോയിട്ടുണ്ട്. അതിലെ എല്ലാ ക്യാമറകളും 8 ക്യാമറകളും ലഭ്യമാണ്. അവിടെ SFI ആരോപിക്കുന്നത് ദീർഘനാളായി അവരുടെ എല്ലാ പരിപാടി, ഇപ്പൊ കലാലയത്തിൽ കുട്ടികളുടെ കലോത്സവം ഉണ്ടാവും, അല്ലെങ്കിൽ യൂണിയൻ പരിപാടി ഉണ്ടാകും, എല്ലാ പരിപാടികൾക്കും താങ്കളുടെ ഒരു രാഷ്ട്രീയ താല്പര്യം വെച്ച് അതിന് ഘടകവിരുദ്ധമായി നിൽക്കുന്നു. താങ്കൾ കുട്ടികളെ എല്ലാ കാലവും ഇപ്പൊ താങ്കളെ മർദ്ദിച്ചതിനെ ഒരു തരത്തിൽ ന്യായീകരിക്കില്ല എന്ന് പറയുമ്പോൾ പോലും കുട്ടികളുമായി താങ്കൾക്കൊരു ബന്ധം ദീർഘകാലമായ പ്രശ്നത്തിലാണോ സർ? കോളേജിൽ താങ്കൾക്ക് രാഷ്ട്രീയമുണ്ടോ? അങ്ങനെ നിങ്ങൾ നോക്കൂ, ആ ദൃശ്യം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യം നോക്കുക. ആ ദൃശ്യത്തിൽ കാണുന്ന ഓറഞ്ച് കളറിട്ട ഷർട്ടിലുള്ള കുട്ടികളാണ് ഗുരുദേവ കോളേജിലെ കുട്ടികൾ. ഗുരുദേവ കോളേജിലെ കുട്ടികൾ എന്നെ അവിടെ സംരക്ഷിക്കാൻ നോക്കുകയാണോ അതോ അവർ എന്നെ ആഞ്ഞടിക്കുകയാണോ എന്ന് നിങ്ങൾ നോക്കുക. എന്നെ അടിക്കുന്ന ആരാണ്? എന്നെ അടിക്കുന്ന പുറത്തുള്ള കുട്ടികളാണ്. എൻ്റെ കോളേജിലെ കുട്ടികൾ SFIക്കാരായ കുട്ടികളാണ് ആ മഞ്ഞ ഷർട്ട്, ഓറഞ്ച് കളറിലുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് എന്നെ സംരക്ഷിക്കാൻ നോക്കുന്നത്. ഈ SFIക്കാരെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിനെ 1, 2 അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് വരാന്തയിൽ വെച്ച് അടിച്ചതിന് ശേഷം 50ഓളം വരുന്ന SFI പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് അടിച്ച് കർണപടം പൊട്ടിച്ചതിന് ശേഷം ആ കോളേജിലെ SFI യൂണിറ്റിലെ 50ഓളം കുട്ടികൾ കുറെ അതെയോ പ്രിൻസിപ്പൾ 2 മേടിച്ചോട്ടെന്ന് വെക്കുക. 2 മേടിച്ചോ, പ്രിൻസിപ്പൾ 2 താങ്കൾ ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് അവിടുത്തെ SFIയുമായി നിരന്തരം സംഘർഷത്തിലാണ് എന്ന് കുട്ടികൾ ആരോപിക്കുന്നു. താങ്കൾക്ക് ഒരു രാഷ്ട്രീയമുണ്ടോ ശ്രീ സുനിൽ ഭാസ്കർ? പ്രിൻസിപ്പളിന് എന്താ രാഷ്ട്രീയം പാടില്ലേ? രാഷ്ട്രീയമാവാം. നിയമമുണ്ടോ? ഇല്ല, രാഷ്ട്രീയമാവാം എന്ന് ഞാൻ പറയണം. അങ്ങനെ രാഷ്ട്രീയം, ഞാൻ SFIയുടെ ആരോപണം പോലെ താങ്കൾക്ക് ഒരു രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഞാൻ.
അല്ല, എനിക്ക് രാഷ്ട്രീയം പാടില്ല എന്ന നിയമമുണ്ട്. പ്രിൻസിപ്പൽമാർക്ക് രാഷ്ട്രീയം ഉണ്ടായിക്കൊണ്ടല്ല എന്ന നിയമമുണ്ട്. ഒരു നിയമവുമില്ല. എനിക്കറിയില്ല, അങ്ങനെ ഒരു നിയമത്തെ പറ്റി അറിയില്ല. ഇല്ല സാർ, രാഷ്ട്രീയം ഉണ്ടാവണം. ഞാൻ പറയാം. അല്ല സാർ, ഏത് മനുഷ്യനും രാഷ്ട്രീയം ഉണ്ടാവണം. ഇപ്പൊ താങ്കൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അത് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ല, രാഷ്ട്രീയം പറയാനല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ അവിടെ രാഷ്ട്രീയം പറഞ്ഞ് SFIക്ക് വിരുദ്ധനായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ദൃശ്യത്തിൽ കാണുന്ന കുട്ടികൾ എൻ്റെ സംരക്ഷണത്തിന് ഓടി വരുമോ? ഈ പുറത്തുനിന്ന് വന്ന ഈ ഏരിയ കമ്മിറ്റിയിലെ അംഗങ്ങളെ ഈ കുട്ടികൾ വരാന്ത വഴി വലിച്ചിഴച്ച് പുറത്തുകൂടെ കൊണ്ടുപോയി, മുറ്റത്തൂടെ കൊണ്ടുപോയി ഗേറ്റിന് പുറത്ത് എത്തിച്ചതിന് ശേഷമാണ് ആ കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ശരിയാണ് സാർ. പക്ഷേ എനിക്ക് സംരക്ഷണം ഇവിടെ പ്രിൻസിപ്പൽമാർക്ക് രാഷ്ട്രീയം ഉണ്ടാവും, ഒരു പിഴവും അതിലില്ല. പക്ഷെ താങ്കൾ എല്ലാ വിദ്യാർത്ഥി യൂണിയനുകളുമുള്ള എല്ലാ രാഷ്ട്രീയ സ്ട്രീമിൽ വിശ്വസിക്കുന്ന ഒരു കോളേജിൽ അല്ലെങ്കിൽ രക്ഷിതാക്കളുടെ ഒക്കെ ഒരു കോളേജിലെ പ്രിൻസിപ്പൾ അല്ലേ? ഇപ്പോൾ താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുമായിരുന്നു. ഇപ്പോൾ 2024 general elections have proved the true potential of certain communities in Kerala. It also proved the short lifespan of propaganda politics. 1 Lok Sabha seat is equivalent to 7 assembly seats. പിന്നെയും നരേന്ദ്രമോദി ഒരു സൈഡിൽ ഒരു കയറ് പിടിച്ച് നിൽക്കുന്നു, രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ് ഒക്കെ പിടിക്കുന്ന വേറെ ആളുടെ പോസ്റ്റ് അങ്ങ് ഷെയർ ചെയ്യുന്നു. ബുദ്ധി എന്നൊരു സാധനം കോൺഗ്രസിനില്ല എന്ന് ദിൽന എ വി എന്നൊരാളുടെ പോസ്റ്റ് അങ്ങ് ഷെയർ ചെയ്യുന്നു. ലെജൻഡറി ലീഡർ ഓഫ് കോൺഗ്രസ് പാർട്ടി ഈസ് നൗ കൺസ്ട്രെയിൻ നോട്ട് ടു യൂസ് ദ പാർട്ടി ഫ്ലാഗ് ഇൻ ഇലക്ഷൻ റാലി ഇൻ കേരള എന്ന് മുസ്ലിം ലീഗിന്റെ ആ പ്രശ്നം ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് ഏപ്രിൽ 4 പോസ്റ്റ് ചെയ്യുന്നു. ഏതുതരം തിരുത്തൽ നടപടികൾ വേണമെങ്കിൽ എടുത്തോ, CPM-നോട് ജനങ്ങളോടുള്ള വെറുപ്പ് പോകില്ല, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് CPM പുറത്തു പോകുന്ന കാലം വിദൂരമല്ല എന്നങ്ങ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. അപ്പം അങ്ങനെയുടെ BJP രാഷ്ട്രീയം അങ്ങ് പ്രകടമായി അങ്ങനെ പറയാമോ ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നുകൊണ്ട് സാർ? അതിൽ നിയമവിരുദ്ധമായിട്ട് എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? അല്ല, നിയമവിരുദ്ധമായി ഒന്നുമില്ല. ഞാൻ ചോദിച്ചത് അങ്ങേക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവാം, അങ്ങേക്ക് രാഷ്ട്രീയം ഉണ്ടാവണം, അതിലൊരു പിഴവും പറയില്ല. പക്ഷേ എല്ലാത്തരം രാഷ്ട്രീയ സ്ട്രീമിലും രാഷ്ട്രീയ ആശയങ്ങളുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ഒരു മാതൃകാ അധ്യാപൻ അങ്ങയുടെ രാഷ്ട്രീയം പ്രകടമായി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അങ്ങനെ വിളംബരം ചെയ്യുന്നത് ധാർമ്മികമായി ശരിയാണോ ഡോക്ടർ സുനിൽ ഭാസ്കരൻ? എൻ്റെ കുട്ടികളോട്, എൻ്റെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളോട് ABVP-യോ കോൺഗ്രസോ KSU SFI എന്നുള്ള യാതൊരു തരത്തിലുള്ള ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു തരംതിരിവ് കാണിച്ചിട്ടുണ്ടെന്ന് പ്രൂവ് ചെയ്താൽ ആ കുട്ടികളെ പറയട്ടെ, ഈ ഇരിക്കുന്ന പ്രിൻസിപ്പൽ, ഇദ്ദേഹം ഞങ്ങൾ കോൺഗ്രസ്സുകാരായതുകൊണ്ട്, ഇദ്ദേഹം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട്, ഇദ്ദേഹം ഞങ്ങൾ SFIക്കാരായിട്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ ഞങ്ങൾ ആയതുകൊണ്ട് ഇദ്ദേഹം ഞങ്ങളോട് എതിര് കാണിച്ചു എന്ന് നിങ്ങൾ പറഞ്ഞാൽ, അല്ല, അങ്ങനെ കുട്ടികൾ പറയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പിന്നെയും പറഞ്ഞു, താങ്കളെ കൈവീശി അടിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ്, അങ്ങേയറ്റം തെമ്മാടിപ്പണിയാണ് എന്ന് 100% പറയുമ്പോൾ പോലും ആ കുട്ടികൾ പറയുന്നത് താങ്കൾ രഹസ്യമാക്കി വെക്കാത്ത, താങ്കൾ ഫേസ്ബുക്കിലൂടെ അടക്കം പരസ്യമാക്കുന്ന താങ്കളുടെ BJP രാഷ്ട്രീയം അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കലോത്സവത്തിൽ ഗാസ എന്ന് പേരിടുമ്പോഴേക്കും അങ്ങ് അവിടുന്ന് പിണങ്ങിപ്പോകുന്നു, അവിടെ നിരന്തരം ഏറ്റുമുട്ടലുണ്ടാക്കുന്നു എന്നൊക്കെ. ഈ സംഭവത്തിന് മുൻപ് ഒരു സീരീസ് ഓഫ് ഇൻസിഡന്റ് ഉണ്ടായി എന്ന കുട്ടികൾ പറയുകയാണ് ഡോക്ടർ സുനിൽ ഭാസ്കരൻ. ഈ ഗാസ എന്ന് പറയുന്ന യൂണിയൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഞാൻ നമ്മളുടെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത്, ഈ വിദ്യാർത്ഥി യൂണിയനെ അഭിനന്ദിക്കുന്ന പ്രസംഗമാണ് അവിടെ നടന്നിരിക്കുന്നത്. നിങ്ങൾ അതൊന്നും എടുത്ത് ടെലികാസ്റ്റ് ചെയ്യൂ. ഗാസ എന്ന പേരിട്ടതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നയമാണ് ഗാസയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും, അവിടെ ഗവൺമെന്റിന്റെ ഗാസയ്ക്കുള്ള അസിസ്റ്റൻസ് $5 ബില്യൺ വർദ്ധിപ്പിച്ചു എന്നും, അതുകൊണ്ട് ഗുരുദേവ കോളേജിലെ വിദ്യാർത്ഥികൾ ഗാസ എന്ന് പേരിട്ടത് തെറ്റില്ലെന്നും നല്ല കാര്യമാണെന്നും സർക്കാരിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ നയത്തിന് അനുരൂപമാണെന്നാണ് ഞാൻ പ്രസംഗിച്ചിരിക്കുന്നത്. അവിടെ എന്താണ് തെറ്റ് വന്നിരിക്കുന്നത്? എനിക്കറിയില്ല, ആ കുട്ടികൾ പറയുന്നതാണ്, താങ്കൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ്, ഒരു 30 സെക്കൻഡ്. അവിടെ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിൽ എതിര് നിൽക്കുന്ന ഒരു പ്രിൻസിപ്പളാണെന്ന് പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഉണ്ടായിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റിന്റെ ഉത്തരവിൻ പ്രകാരം ഒരു കാര്യമുണ്ട്, അവിടെ DJ നടത്തരുതെന്നുള്ളൊരു ഉത്തരവുണ്ട്. ആ കോളേജിലെ യൂണിയൻ അവിടെ DJ നടത്തിയിരിക്കുന്നു. ആ DJയുടെ ഭാഗമായിട്ട് അവിടെ ഈ കീടനാശിനിയും ഉഗ്ര ജ്വലനശേഷിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഇട്ട് കത്തിച്ച് സ്റ്റേജിൽ കയറിയിരുന്ന് കത്തിച്ച് ഡാൻസ് കളിക്കുന്ന ഫോട്ടോ വന്നിട്ടുണ്ട്. ഇത് പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ്, അതാണ് നടപ്പിലാക്കിയത്. അത് ഇങ്ങനെ ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ടു, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവർ സ്വന്തം നിലയ്ക്ക് നടത്തി, അവർക്കെതിരെ നടപടിയെടുത്തു. എതിരെയുള്ള നടപടി എങ്ങനെയാണ്? ആ നടപടി ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സ്ട്രെയിൻഡ് ആണോ എന്ന് സംശയം ഞാൻ ചോദിക്കുകയായിരുന്നു. ഇപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല, പല അധ്യാപകരെയും താങ്കൾ ദ്രോഹിക്കുന്നു എന്ന ആരോപണം അവിടെ ഉന്നയിക്കുന്നുണ്ട്. എനിക്കൊരു എക്സ്പീരിയൻസ് അവിടെ കിട്ടി, ഒരു ടീച്ചറിൻ്റെ ആണ്. അതിൽ പറയുന്നത് ദിസ് ഈസ് ടു സർട്ടിഫൈ ദാറ്റ് ഡാഷ് എന്ന് പറഞ്ഞാൽ ആ പേര് ഞാൻ പറയുന്നില്ല, ഹാസ് ബീൻ സെർവിംഗ് ഇൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ആൻ ഗസ്റ്റ് ഫാക്കൽറ്റി ഇൻ ബോട്ടണി
ഫ്രം 20/10/2021 ഡ്യൂറിംഗ് ദ പീരീഡ് ഷി ഹാസ് ഫൗണ്ട് ഇൻകംപീറ്റന്റ് ടു ടേക്ക് എനി റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ലാക്സ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് ബോട്ടണി എന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ അടുത്തൊരു കോളേജിൽ ജോലിക്ക് പോകേണ്ട ടീച്ചറല്ലേ? അപ്പോൾ ആ ടീച്ചർക്ക് ഇനി ആ കോളേജിൽ ജോലി കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ കൊടുത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ലേ സാർ ഇത്? ഒരു വൈരനിര്യാതന ബുദ്ധി അങ്ങേക്ക് ഉണ്ടോ ഡോക്ടർ സുനിൽ ഭാസ്കർ? ചെയ്യാൻ അറിയാത്ത ആൾക്ക് പ്രാക്ടിക്കൽ ചെയ്യാനാ. എന്തായാലും ആ ടീച്ചർ ആ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഒരാൾ പ്രാക്ടിക്കൽ ചെയ്യുന്നതിൽ അല്ല, ആ ടീച്ചർ പ്രാക്ടിക്കൽ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് അങ്ങനെയല്ലേ എഴുതേണ്ടത്? അതോ ആ ടീച്ചർ നിങ്ങൾ പ്രാക്ടിക്കൽ എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നു എന്നാണ് എഴുതി കൊടുക്കേണ്ടത്? അതങ്ങ് തിരുത്തിയോ പിന്നീട്? അങ്ങനെയാണെങ്കിൽ ആരും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണ്ടല്ലോ. അതങ്ങ് തിരുത്തിയോ സാർ പിന്നീട് ഈ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്? ഇൻകംപിറ്റന്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇൻകംപിറ്റന്റ് എഴുതുമ്പോൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇൻകംപിറ്റന്റ് എഴുതിയ സാറേ എനിക്ക് എങ്ങും കിട്ടില്ല എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടപ്പോൾ ഇൻകംപിറ്റന്റ് എന്ന് പറയുന്ന വേർഡ് മാറ്റിട്ടുണ്ട്. അവർ ഇൻകംപിറ്റന്റ് ആണെന്ന് തോന്നി ഇൻകംപിറ്റന്റ് തന്നെയല്ലേ എഴുതേണ്ടത്? എല്ലാത്തിനും കൊള്ളുന്ന ചെയ്യാൻ അറിയില്ലാത്ത കാര്യം ചെയ്യാമെന്ന് പറയാം. കളവ് എഴുതി ഒപ്പിട്ട് കൊടുക്കാനാണ് പ്രിൻസിപ്പൾ അവിടെ ഇരിക്കുന്നത്. അല്ല സാർ, പിന്നീട് അവർ തിരുത്തുന്നത് ഒഴിവാക്കി പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവിടെ ടീച്ചർ പറഞ്ഞതല്ല, അവിടുത്തെ വിദ്യാർത്ഥി ഇടപെട്ടു, പുറത്തുള്ള ആൾക്കാർ ഇടപെട്ടു, അങ്ങനെ താങ്കൾക്ക് തിരുത്തേണ്ടി വരികയാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞത് സാർ, ഇത് ഞാൻ താങ്കളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതല്ല. താങ്കളെ മർദ്ദിച്ചതിന് അങ്ങേയറ്റം തെമ്മാടിത്തരം എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പറയുന്നത്, ഒരു കോളേജിൽ വിദ്യാർത്ഥികളുമായി അധ്യാപകരുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടവർക്ക് പ്രിൻസിപ്പളിന് മുന്നോട്ട് പോകാൻ കഴിയുമോ സാർ? അതെന്തൊരു ടെൻഷനാണ് കോളേജിൽ ഉണ്ടാക്കുക? അല്ല, നിങ്ങളൊന്ന് പറയൂ, ആ കോളേജിൽ നിരന്തരം സംഘർഷം ഉണ്ടായി എന്ന് പറയുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിരന്തരം സംഘർഷം ഉണ്ടായി എന്ന് പറയുന്നത്? അത് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കോളേജിലെ കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കുട്ടികളെ എന്ന് പറഞ്ഞ് അഴിച്ചു വിട്ടേക്കാണ് വേണ്ടേ? അല്ലല്ലോ, ആ കുട്ടികൾക്ക് വേണ്ട അവരെ പഠിപ്പിക്കാൻ എന്നുള്ള കാര്യം ഉറപ്പാക്കാനായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കുട്ടികളെ പഠിപ്പിക്കുന്നില്ല എന്നുള്ള ടീച്ചറോട് നിർബന്ധമായിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എന്നല്ലേ ചെയ്യുന്നത്? എന്താണ് കുട്ടികൾ ക്യാമ്പസിൽ വരുന്ന പരമമായ ഉദ്ദേശം എന്ന് പറയുന്നത് ശരിയാണ്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തിനാണ്? ഈ ടീച്ചർ അവിടെ നിന്ന് പുറത്തേക്ക് പോവല്ലേ? ഞാൻ പറഞ്ഞു, ഈ ടീച്ചർ അവിടുന്ന് ആ കോളേജിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അപ്പോൾ സാർ അങ്ങനെ, ഇപ്പോൾ സാറും ആ ടീച്ചറുമായി നമ്മൾ എന്ത് പ്രശ്നമാണെങ്കിലും സാർ അങ്ങനെ ലാക്സ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ഇൻകംപിറ്റന്റ് ടേക്ക് എനി റെസ്പോൺസിബിലിറ്റീസ്, ഒരു ഉത്തരവാദിത്വം എടുക്കാൻ കൊള്ളാത്തൊരു ടീച്ചറാണ് എന്ന് ചാപ്പയടിച്ച് കൊടുത്തു വിടാൻ ആ ടീച്ചറിന് ഇനി ഒരിടത്തും ജോലി കിട്ടരുത് എന്ന നിർബന്ധ ബുദ്ധിയാണ് അതിനകത്ത്. സാർ തിരുത്തുന്നുണ്ട്. പിന്നെ അവിടെ പ്രശ്നമുണ്ടാകും, പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അവിടുത്തെ വാർഡ് കൗൺസിലർ ഇടപെടുമ്പോൾ സാർ തിരുത്തുന്നുണ്ടല്ലേ? കാശ്മീരുടെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇൻകോമ്പിറ്റന്റ് എന്നുള്ള ആളെ കോമ്പിറ്റന്റ് എന്ന് എഴുതിയിട്ടില്ല. ഇൻകോമ്പിറ്റന്റ് എന്നുള്ള ഇൻകോമ്പിറ്റന്റ് വെട്ടിക്കളഞ്ഞു എന്ന് മാത്രം ചെയ്തിട്ടുണ്ട്. പറഞ്ഞപ്പോൾ എനിക്ക് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രാക്ടിക്കൽ നോക്കൂ, പ്രാക്ടിക്കലില് ബോട്ടണിയുടെ പ്രാക്ടിക്കൽ ചെയ്യാൻ അറിയില്ലാത്ത ആളിനെ ബോട്ടണി പ്രാക്ടിക്കൽ ചെയ്തില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ അത് അറിയാവുന്നല്ല പറഞ്ഞു. ഇൻകോമ്പിറ്റന്റ് എന്നുള്ള തിരുത്തിയിട്ടുണ്ട്. ഇൻകോമ്പിറ്റന്റ് എന്ന് പറയുന്ന വേർഡ് മാറ്റിയിട്ട് കോമ്പിറ്റന്റ് ആണ്, എക്സലന്റ് എന്ന് എഴുതിയിട്ടില്ല അവിടെ. എക്സലന്റ് എന്നുള്ള വാക്ക് എഴുതിയിട്ടില്ല. താങ്കളുടെ ബോധ്യത്തിൽ താങ്കൾ ഇപ്പൊ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ ടീച്ചർ ഒരു കഴിവുകെട്ട ടീച്ചറാണ്, താങ്കളുടെ ബോധ്യത്തിൽ താങ്കൾ ഇൻകോമ്പിറ്റന്റ് ആണെന്ന് എഴുതുകയാണെങ്കിൽ അത് താങ്കൾ തിരുത്താൻ പാടില്ല അല്ലേ? നോക്കും, ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിൽ ആ ടീച്ചറിന്റെ ഇൻകോമ്പിറ്റന്റ് എന്നുള്ളത് മാറ്റിയിട്ട് എക്സലന്റ് നല്ലല്ലോ ഞാൻ കൊടുത്തത്. എക്സലന്റ് ആക്കി കൊടുക്കുമായിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നത് ഞാൻ സമ്മതിക്കും. എക്സലന്റ് നല്ല ഇൻകോമ്പിറ്റന്റ് എന്ന് പറയുന്ന വേർഡ് മാത്രം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണ്. ആ ടീച്ചർ ഇപ്പോൾ ഇവിടെ ഇല്ല, ആ ടീച്ചർ പോയി കൊടുത്തിട്ടുണ്ട്, അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ശരി. അതിനുശേഷം ഷീബ എന്നൊരു ടീച്ചറിനെയും താങ്കൾ സമാനമായി, ഷീബ എന്നൊരു ടീച്ചറിൻ്റെ കാര്യം പറയുന്നു, അവിടുത്തെ ഒരു ലൈബ്രറിയൻ്റെ കാര്യം പറയുന്നു, അവിടുത്തെ ദീർഘവർഷങ്ങൾ പരിചയമുള്ള ഒരു സ്റ്റാഫ് സെക്രട്ടറിയുടെ കാര്യം പറയുന്നു. ഒരുപാട് അധ്യാപകർക്ക് താങ്കൾ ദുരനുഭവം നേരിട്ടു. ഞാനിപ്പോൾ നമ്മൾ ചർച്ചയുടെ ഭാഗമായി ആൾക്കാരെ വിളിക്കുമല്ലോ, ആൾക്കാരെ വിളിക്കുമ്പോൾ കിട്ടിയ ഇൻപുട്സ് ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സുനിൽ ഭാസ്കർ, ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. കാശ്മീർ ഒരു കാര്യം പറഞ്ഞോട്ടെ, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ സാധാരണഗതിയിൽ അധ്യാപകർ 1, 2, 3 വർഷത്തിൽ കൂടുതൽ നിൽക്കാറില്ല. അവർ പോകുന്ന സമയത്ത് ഇതിന് എക്സലന്റ് എന്നും ഷീ ഈസ് ആൻ അസറ്റ് ടു ദി ഓർഗനൈസേഷൻ എന്നും എഴുതി കൊടുത്തിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിരവധിയുണ്ട്. എല്ലാവർക്കും കൊടുത്ത എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കോപ്പി എൻ്റെ അടുത്തുണ്ട്. എക്സലന്റ് ആൻഡ് ഷീ ഈസ് ആൻ അസറ്റ് ടു ദി ഓർഗനൈസേഷൻ എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത് പലർക്കും. ഓരോരുത്തർക്കും ഗ്രേഡിംഗ് ഉണ്ട്. ഹാഷ്മി, മാധ്യമത്തിൽ നോക്കൂ, ഹാഷ്മി ഇരിക്കുന്ന ടേബിളിൽ ജേർണലിസം ഇന്ന് കഴിഞ്ഞു വരുന്ന ഒരാൾക്ക് ഇന്ന് ഇരിക്കാൻ പറ്റില്ല. താങ്കളെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക്, താങ്കളെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള ആൾക്ക് അതനുസരിച്ചിട്ടുള്ള റേറ്റിംഗ് ഉണ്ടാവും. പ്രൈവറ്റിൽ ഇത് ഗവൺമെന്റ് സർവീസ് അല്ല. റേറ്റിംഗ് എന്ന്
പറയുന്നത്. അല്ല ഞാൻ അതിൽ നിൽക്കല്ല. ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ അതിൽ പിടിച്ചു നിൽക്കല്ല. പക്ഷേ താങ്കൾ ഒരു ടീച്ചർക്ക് കഴിവുകെട്ട ടീച്ചറാണ്, ആ ടീച്ചറിന് അധ്യയനം നടത്താൻ, ആ ടീച്ചറിന് ഭാവിയിൽ അധ്യയനം നടത്താൻ യോഗ്യയല്ല എന്ന് അങ്ങയുടെ ഉത്തമ ബോധ്യമാണെങ്കിൽ വാർഡ് കൗൺസിലറല്ല, ടീച്ചറല്ല, അവിടുത്തെ SFI അല്ല, അവിടുത്തെ വിദ്യാർത്ഥികളല്ല, ആര് പറഞ്ഞാലും താങ്കളെ തിരുത്താൻ പാടില്ല. താങ്കൾ ആ പ്രതിഷേധം കണ്ടപ്പോൾ താങ്കൾ തിരുത്തി. ഞാൻ അത് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. പോട്ടെ, അത് നമുക്ക് വിട്ടേക്കാം. ഞാൻ എത്താം. ഡോക്ടർ എം രമ, ഇവിടെ താങ്കളും SFIയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. താങ്കളുടേതായിട്ടുള്ള ചില പ്രതികരണങ്ങൾ എന്ന ഒരു പ്രിൻസിപ്പിൾ ഒഴിവാക്കേണ്ടതായ ചില പ്രതികരണം അന്ന് പുറത്തു വന്നു. അന്ന് ഞാനടക്കം അതിനെ എതിർത്തതാണ് ടീച്ചർ. പക്ഷേ അതിനുശേഷം താങ്കളുടെ പെൻഷൻ അടക്കം തടഞ്ഞു വെക്കുക, താങ്കളെ നിരന്തരം വേട്ടയാടുക എന്നത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ പക? ഞാൻ മനസ്സിലാക്കുന്നത് താങ്കളുടെ അത് പ്രസക്തമേ അല്ലെങ്കിൽ കൂടിയും ഭരിക്കുന്ന സർക്കാരിലെ ഒരു ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് അങ്ങയുടെ ഭർത്താവ്. എന്നിട്ട് പോലും ഡോക്ടർ എം രമ എന്തുകൊണ്ടാണ് ആ വൈരനിര്യാതന ബുദ്ധി, ആ വേട്ട നിരന്തരം തുടരുന്നത്? ഡോക്ടർ എം രമ. ഞാൻ 2024 മാർച്ച് 31 സർവീസിൽ നിന്നും വിരമിച്ചത്. 2023 ഡിസംബറിൽ ഞാൻ എൻ്റെ പെൻഷന് വേണ്ടി പ്രിസം സോഫ്റ്റ്വെയറിലൂടെ മഞ്ചേശ്വരം കോളേജ് പ്രിൻസിപ്പൽ മുഖാന്തിരം കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ കൊടുത്തതാണ്. പക്ഷേങ്കിൽ അതിനകത്ത് എഴുതിയിരുന്നു എനിക്കെതിരെയുള്ള നടപടികൾ ഇപ്പം അണ്ടർ പ്രോസസ്സിംഗ് ആണെന്ന്. അതുകൊണ്ട് DC ഒന്നും ചെയ്തിരുന്നില്ല. അതിനുശേഷം ഏപ്രിൽ 8 ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എനിക്കെതിരെയുള്ള എല്ലാ അച്ചടക്ക നടപടികളും റദ്ദു ചെയ്തുകൊണ്ട് എനിക്കെതിരെ ബാഹ്യമായ രാഷ്ട്രീയ ഇടപെടലുകളാണ് എനിക്കെതിരെ ഉണ്ടായിരുന്നത് എന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് എനിക്കെതിരെയുള്ള എല്ലാ അച്ചടക്ക നടപടികളും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദ് ചെയ്തിരുന്നു. എന്നിട്ട് എൻ്റെ സ്ഥലം മാറ്റം അടക്കം റദ്ദ് ചെയ്തിട്ടാണ് എനിക്ക് ഓർഡർ കിട്ടിയിരുന്നത്. പിന്നെ അതിനുശേഷം എന്നിട്ട് ഈ ഓർഡർ വെച്ച് ഞാൻ ഏപ്രിലിൽ ആദ്യ മഞ്ചേശ്വരം കോളേജ് പ്രിൻസിപ്പൽ മുഖാന്തിരം കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അപേക്ഷ കൊടുത്തു പെൻഷന് വേണ്ടി. അതിനുശേഷം ഞാൻ അന്വേഷിക്കുമ്പോഴൊക്കെ എന്നോട് പറഞ്ഞിരുന്നത് പഠിക്കണം, അങ്ങനെ ആണ് DC എനിക്ക് വിവരം കിട്ടിക്കൊണ്ടേയിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാനിപ്പം 2-3 ദിവസം മുമ്പാണ് മനസ്സിലാക്കിയത് ഗവൺമെൻറ്റിലോട്ട് അയച്ചിട്ടുണ്ട്. ഇപ്പം 3 മാസമായി ഞാൻ പെൻഷനായിട്ട്. 3 മാസം ഇതുവരെ എനിക്ക് പെൻഷൻ കിട്ടിയില്ല. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് മാർച്ച് 31 റിട്ടയറായ ഒരു ആരായാലും ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിൽ മാർച്ച് മാസത്തെ സാലറിയും കിട്ടണം, ഏപ്രിലത്തെ പെൻഷനും കിട്ടണം. അഡ്വാൻസ് ആയിട്ടാണ് പെൻഷൻ കിട്ടലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം എനിക്ക് ഇതുവരെ പെൻഷൻ കിട്ടിയില്ല. മാർച്ച് മാസത്തെ സാലറി കിട്ടിയിരുന്നു ഏപ്രിലിൽ. അപ്പം അങ്ങനെയുള്ള ഒരു വിഷമാണ് ഇപ്പോഴും എനിക്കുള്ളത്. അപ്പം ഇതിൻ്റെ പുറകിലും ഞാൻ വിചാരിക്കുന്നത് ഇപ്പോഴും ഇടതുപക്ഷ അധ്യാപക സംഘടനയെയും SFI എന്നുള്ള വിദ്യാർത്ഥി സംഘടനയും അവരാണ് എനിക്കെതിരെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്, ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അവർ തന്നെയാണ് ഇതിൻ്റെ പുറകിലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ. ശ്രീ BRM ഷഫീർ, ഇപ്പം മുഖ്യമന്ത്രിക്കെതിരെ ASFന്റെ ഒരു പ്രതിഷേധക്കുറിപ്പ് വരുന്നുണ്ട്. ക്യാമ്പസ് സംഘർഷവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹമാണ്. തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തി തന്നെ പോകണം. മുഖ്യമന്ത്രി ഇരയ്ക്കൊപ്പമോ വേട്ടക്കാരനൊപ്പമോ എന്ന് വ്യക്തമാക്കണം. ശ്രീ BRM, ഞാൻ അങ്ങനെയൊക്കെ എത്തുന്നതിന് മുമ്പ് ഞാൻ വിജിനിലേക്ക് ഒന്ന് പൊക്കോട്ടെ. അതിനകത്ത് വിജിൻ, ASFന്റെ പ്രതികരണത്തിന് മുൻപ് അവരുടെ നേതാവ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം അതോടൊന്ന് കിട്ടുനോക്കാവോ? ആ ശൈലി തിരുത്തിയേ തിരുത്തണം. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ശൈലിയല്ല അതൊരു വളരെ പ്രാകൃതമായിട്ടുള്ള സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് SFIക്ക് നിരക്കില്ല. SFIയിലെ സുഹൃത്തുക്കൾ, സഹാക്കൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വായിക്കണം. പുതിയ SFIക്കാർക്ക് ഈ പുതിയ ലോകത്തിന് മുമ്പിലുള്ള ഇടതുപക്ഷത്തിൻ്റെ കടമയെപ്പറ്റി അറിയില്ല. അവരെ പഠിപ്പിക്കണം. ശരി, ശ്രീ വിജിൻ, ഇത് പറയുന്നത് ഏതെങ്കിലും മാധ്യമങ്ങളല്ല, BRM ഷഫീർ അല്ല, BJP അല്ല, ആരുമല്ല. നിങ്ങളുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവ് പറയുകയാണ് ഇപ്പോഴത്തെ SFIക്കാർക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം അറിയില്ല, അത് വൈകൃത രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ്. ASF പറയുന്നു ക്യാമ്പസ് സംഘർഷം ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രതികരണം പ്രതിഷേധാർഹം. സാർ, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ SFI പേരുദോഷം കേൾപ്പിക്കുകയാണ് വിജിൻ, എന്നിട്ട് ന്യായീകരിക്കുന്നോ? ഞാൻ അങ്ങയുടെ ഈ ചോദ്യത്തിലേക്ക് വളരെ പെട്ടെന്ന്, എനിക്ക് നേരത്തെ ഈ വിഷയം സംസാരിക്കാനുള്ള സമയം തന്നിട്ടില്ല, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ അങ്ങ് ചോദിച്ച ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലൂടെ തന്നെ എനിക്ക് കടന്നു പോകാൻ പറ്റുമെന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ വളരെ കൃത്യമായി SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ, ഞങ്ങളൊക്കെ SFIയുടെ സംസ്ഥാന ഭാരവാഹികളായിട്ട് വന്നവരാണ്, SFIയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഒരു അധ്യാപകനെയും ആക്രമിക്കുക എന്നത് SFIയുടെ നയമല്ല. ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. മറ്റൊന്ന്, ഒരു അധ്യാപകന്റെ കാല് വിട്ടും എന്ന പ്രസംഗം അത് ഏതെങ്കിലും SFI പ്രവർത്തകരുടെ നേതൃത്വമോ നടത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അംഗീകരിക്കുന്നില്ല. അല്ല, കേൾക്കൂ,
ഇരിക്കുന്ന സുനിൽ ഭാസ്കറിന്റെ കാലുകൊത്തും, നടത്തിയാൽ തെറ്റ്. കോളേജിൽ കയറ്റില്ല, നെഞ്ചത്തെന്തോ പണിയും, നെഞ്ചത്തെന്തോ കിട്ടും എന്നൊക്കെ സാർ എന്നൊക്കെ ഒരു നേതാവ് നിന്ന് ഈ കാലത്തും നഗ്നമായി പ്രസംഗിക്കുകയാണെന്നേ. അതിന് SFI മാപ്പ് പറയണ്ടേ ആദ്യം? ഞാൻ ഇടപെടല്ലേ, താങ്കൾ പറഞ്ഞോളൂ. അതാണ് പ്രശ്നം. ഞാൻ ശ്രദ്ധിച്ചു, ശ്രീ BRM ഷഫീർ സംസാരിച്ചപ്പോൾ അങ്ങ് ഒരിക്കൽ പോലും ഇടപെട്ടിട്ടില്ല. ഞാൻ തുടങ്ങുമ്പോൾ ഇടപെട്ടു. ഞാൻ പറയാം, എൻ്റെ പ്രയോഗത്തെ അങ്ങ് ഉപയോഗിക്കല്ലെന്നേ. കണ്ണൂർ ശൈലിയുടെ ചില പ്രശ്നങ്ങളായിരിക്കും അത്. അങ്ങ് ആ പ്രയോഗത്തെ അങ്ങനെ കാണില്ല. ഇനി അങ്ങനെ സംസാരിച്ചു, ഇനി അങ്ങയുടെ ഭാഷയിൽ തന്നെ പറയാം, അങ്ങനെ സംസാരിച്ചത് തെറ്റാണ്. അത് SFIയുടെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ അങ്ങയുടെ ഫോണിലേക്ക് ഞാനൊരു എൻഡോസ്കോപ്പിയുടെ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. നമ്മുടെ അഭിനവിൻ്റെ എൻഡോസ്കോപ്പി എടുത്ത ഫോട്ടോ, കർണപടം പൊട്ടിയത്. എൻഡോസ്കോപ്പി തട്ടിപ്പ് അറിയില്ലല്ലോ, ഡോക്ടർ ഇനി തട്ടിപ്പ് എഴുതിയെന്ന് ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞാലും അദ്ദേഹത്തിൽ പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹമാണോ അല്ലയോ എന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. പക്ഷേ അവിടെ കർണപടം പൊട്ടിയിട്ടുണ്ട്, അഭിനവിൻ്റെ കർണപടം പൊട്ടിയിട്ടുണ്ട്, അടി കിട്ടിയിട്ടുണ്ട്. അടി കിട്ടിയതിൽ അധ്യാപകനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി. ശ്രീ ഹാഷ്മി എന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമീപനവും നിലപാടും എന്താണ് എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. അദ്ദേഹത്തിന്റെ കൂടെ സുനിൽ ഭാസ്കർ ഇനി ഏത് കൊടി RSSകാരനാന്ന് വെക്ക്, അങ്ങ് സമ്മതിക്കേ. എന്നാൽ പോലും ഒരു SFI നേതാവിനെ അടിക്കാൻ അവകാശമില്ലെന്നേ. അതെന്ത് വർത്താനോ അത്? ഇല്ലെന്ന് പറഞ്ഞേ, ഇല്ലെന്ന് ഞാൻ പറഞ്ഞേ. അടിക്കാൻ പാടില്ലെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞ് അടിക്കാൻ പാടില്ലെന്ന് തന്നെയാണ്. പക്ഷേ അവിടെ ഒരു കാര്യം കൂടി ശ്രീ ഹാഷ്മി ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ അന്വേഷിക്കണമെന്നാണ്. അഭിനവിന്റെ കർണപടം പൊട്ടിയിട്ടുണ്ട്. അടിച്ചത് ഈ അധ്യാപകനാണ് എന്നാണ് അഭിനവ് പരാതി കൊടുത്തിരിക്കുന്നത്. ഈ അധ്യാപകനും KP രമേശൻ മാസ്റ്റർ അവിടുത്തെ BJPയുടെ വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ്. ഈ രണ്ടുപേർ ചേർന്നാണ്. അത് അന്വേഷണം നടക്കട്ടെ. അതുകൂടി അന്വേഷിക്കണം. മാധ്യമങ്ങളും അവരുടേതായ അന്വേഷണം അതിലൂടെ കടത്തിക്കൊണ്ടു പോകണം. അധ്യാപകനെ മർദ്ദിക്കുന്ന നിലപാട് SFI സ്വീകരിക്കരുത്, അത് തെറ്റാണ് എന്ന് SFIയുടെ തന്നെ സംസ്ഥാന ഭാരവാഹികൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അഭിനവിന്റെ കർണപടം തനിയെ അഭിനവ് അടിച്ച് പൊട്ടിക്കില്ലല്ലോ, പൊട്ടിയിട്ടുണ്ട്. എൻഡോസ്കോപ്പി ഉൾപ്പെടെയുള്ള അങ്ങേക്ക് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, അങ്ങേക്ക് കാണാം, അത് നോക്കാം. പിന്നെ SFI മാത്രമാണ് അക്രമം. ഒരു വീഡിയോ കൂടി അങ്ങയുടെ ഫോണിലേക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ആ വീഡിയോ മട്ടന്നൂർ കോളേജിലെ KSU നേതാക്കന്മാർ പ്രിൻസിപ്പാളോട് സംസാരിക്കുന്ന രീതിയാണ്. ഞാനതിലെ ഭാഷ പറയുന്നില്ല. അങ്ങുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കണ്ണൂരെ ചില ലോക്കൽ മീഡിയാസ് അത് വൈകുന്നേരം മുതൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അങ്ങ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുത്തോട്ടോ. KSUവിൻ്റെ സമീപനം എന്താണ്? നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. അത് SFI ചെയ്താലും KSU ചെയ്താലും തെറ്റാണ്. പക്ഷെ SFI ചെയ്യുമ്പോൾ SFI ആകെ തന്നെ അങ്ങ് തകർത്ത് കളയാം. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് എല്ലാം തകരാറാണ്. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞ എല്ലാം കൊലയാളികളാണ്. നേരത്തെ BRM ഷഫീർ ഇതിൽ പോയവരെല്ലാം ഗതികെട്ടവന്മാരായി നേരത്തെ അദ്ദേഹം പ്രയോഗിച്ചതാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ പറഞ്ഞു പോകുന്നതിനെയാണ് ഈ ചാനൽ മുറിയിൽ വന്നിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇത്രമാത്രം അക്രമം ഏറ്റുവാങ്ങിയ അങ്ങിപ്പോൾ പറയും പഴയയിലേക്ക് പോകണ്ട. 35 പേരെ കൊലപ്പെടുത്തിൻ്റെ SFIയിൽ, അതിൽ 12 പേരെ കൊന്നത് കോൺഗ്രസ്സാ. ചരിത്രത്തിലേക്ക് പോകണ്ടല്ലോ. ധീരജ് ഉൾപ്പെടെ മിണ്ടിയില്ലല്ലോ. ഇന്ന് പ്രതിപക്ഷ നിരയിൽ നിന്ന് സംസാരിക്കുമ്പോൾ കണ്ണുനീരിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ധീരജിൻ്റെ അച്ഛനും അമ്മയ്ക്ക് കണ്ണുനീരില്ലേ? ഈ 35 പേർക്ക് കണ്ണുനീരില്ലേ? SFIക്കാരായതുകൊണ്ട് കല്ലുകൊണ്ടുണ്ടാക്കിയതാണ് അവിടെ രക്ഷിതാക്കൾ, അവർക്ക് കണ്ണുനീരില്ലേ? അതും ചർച്ച ചെയ്യണം. പിന്നെ അക്രമത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ദീർഘമൊന്നും പോകുന്നില്ല. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഡോക്ടർ സിറിയക് തോമസ് MGBCയുടെ മൂക്കിലിടിച്ചു പൊളിച്ചത് ആരാ? KSU അല്ലേ? അധ്യാപകനെ ചവിട്ടിക്കൊന്നത് ഓർമ്മയില്ലേ നമുക്ക്? ജെയിംസ് അഗസ്റ്റിൻ ആരാ? യൂത്ത് ലീഗ് അല്ലേ? കേശവേന്ദ്രകുമാർ IASന്റെ ശരീരത്തിൽ കരിയോല വെച്ചത് ആരാ? പറ. താങ്കൾ ഇപ്പോൾ പറയുന്ന ഈ ആർജവത്തോടെയെങ്കിലും മുഖ്യമന്ത്രി സഭയിൽ പറയണ്ടേ? സർ, പോയ കാലത്തിന്റെ കണക്കെടുക്കാതെ, പോയ കാലത്തിന്റെ ചോരക്കണക്കെടുക്കാതെ ഇപ്പൊ ഈ 35 SFIക്കാരുടെ അച്ഛനും അമ്മയും അകാല പുത്രദുഃഖം അനുഭവിക്കുന്നവരാണ്. അവർ SFIയുടെ രക്തസാക്ഷികൾ മാത്രമല്ല, അച്ഛനും അമ്മയ്ക്കും അവർ പുത്രദുഃഖം അനുഭവിക്കുന്നവരാണ്. ശ്രീ വിജിൻ, പോയ കാലത്തിന്റെ കണക്കെടുക്കാതെ ഇനി മുന്നോട്ടുള്ള കാലത്തിൽ ഇത് ആവർത്തിച്ചുകൂടാ, അതിനുവേണ്ടി നിരുപാധികം ഇത് തെറ്റാണ്, ആവർത്തിച്ചുകൂടാ എന്ന് പറയേണ്ട ആൾ മുഖ്യമന്ത്രിയാണ്. അത് പറഞ്ഞില്ല എന്നുള്ളതാണ് പരിഭവം. ശ്രീ വിജിൻ, താങ്കൾ പൂർത്തീകരിച്ചോളൂ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് മാത്രം അടർത്തിയെടുത്തു എന്നത് ശരിയായില്ല. ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഫുൾ ടെക്സ്റ്റ് കാണിച്ചു കൊടുത്താൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അതോടൊപ്പം ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം ഡോക്ടർ സുനിൽ ഭാസ്കർ, അദ്ദേഹത്തെ പോലുള്ള ഒരു പ്രിൻസിപ്പാള് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദ്ദേഹത്തിന്റെ ആദ്യ പ്രയോഗം, കാരണം ഭരണപക്ഷത്തുള്ള MLAയോട് അഭ്യർത്ഥന, ഹെൽമെറ്റ് സാർ അങ്ങനെയൊന്നും നിങ്ങൾ ചർച്ചയിൽ വന്ന്, നിങ്ങളെ ഒരു അധ്യാപകനായിട്ട് ഒരു പ്രിൻസിപ്പാളായിട്ടുള്ള ഒരു റെസ്പെക്റ്റോടു കൂടിയാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നത്. കർണപടം അടിച്ചു പൊളിച്ച് ചർച്ച അന്വേഷിച്ചിട്ട് കാര്യങ്ങൾ വരട്ടെ. അങ്ങേ ശരീരത്തിൽ തള്ളിയത് ശരിയല്ല. ആ സമീപനം ഞങ്ങൾക്കുണ്ട്, SFIക്കുണ്ട്. ശരിയല്ല. കാലടിച്ചു പൊളിക്കും, ശരിയല്ല. പക്ഷേ
കർണപടവുമായി ബന്ധപ്പെട്ട ആരോപണം അങ്ങേക്കെതിരായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ചർച്ചയിൽ വന്നിട്ട് നമ്മൾ പറയുമ്പോൾ ഒരു പരിഹാസ്യത്തോടു കൂടിയുള്ള അങ്ങയുടെ ഒരു ഇടപെടലല്ലോ. അല്ല, ഞാൻ പറയുന്നത് നേതാവ് നോക്കപ്പോട്ടെ, ഒരു സാധാരണ വിദ്യാർത്ഥിയുടെ കർണപടം ഒരു പ്രിൻസിപ്പൽ അടിച്ചു പൊളിച്ചെങ്കിൽ ഇന്ന് ഈ ഡോക്ടർ എന്താണ് സുനിൽ ഭാസ്കർ ഇവിടെ ഇരുന്നുകൂടാ? അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട ആളാണ്. എന്തുകൊണ്ടാണ് പോലീസ് നടപടിയെടുക്കാത്ത ശ്രീ വിജിൻ? അന്വേഷിക്കുന്നുണ്ടല്ലോ, CCTV ഉൾപ്പെടെ കളക്ട് ചെയ്തിട്ടുണ്ടല്ലോ, അന്വേഷിക്കട്ടെ. അദ്ദേഹത്തിനെതിരായിട്ടുള്ള മൊഴി കൊടുത്തിട്ടുണ്ട്, അഭിനവ് കൊടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, അന്വേഷിക്കട്ടെ. CCTV മുഴുവനായി കൊടുക്കാൻ പറഞ്ഞു. ഇന്നാണ് കൊടുത്തതെന്നാണ് ഇപ്പോൾ വാർത്തയിൽ ഞാൻ കേട്ടത്. നേരത്തെ വരെ കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ വാർത്ത ഈ 24 വന്നപ്പോൾ CCTV ദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്വേഷിക്കട്ടെ, അന്വേഷണം നടക്കട്ടെ. കർണപടം പൊട്ടിയിട്ടുണ്ട് അഭിനവിന്റെ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്ങനെ പൊട്ടി എന്നുള്ളത് സംബന്ധിച്ച് അഭിനവ് പറഞ്ഞത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കണ്ടത് അഭിനവിനെ ഞാൻ വിളിച്ചതാണ്. അധ്യാപകൻ ഈ വിഷയം ചോദിക്കാൻ അഭിനവിനെ വിളിച്ചിരുന്നതാണ്. അഭിനവ് അവശനാണ്, അഭിനവ് ചികിത്സയിലാണ്. അഭിനവിന്റെ പ്രശ്നമുണ്ട്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഈ പറയുന്ന കൊള്ളാണ് കേട്ടോ, ആ പറഞ്ഞ വെറുതെ പറയുന്നൊന്നുമല്ല. അങ്ങയുടെ ചോദ്യം തീർച്ചയായും ഇവിടെ ശ്രീ ബിനോയ് വിശ്വം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, AISF അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഇതുകൂടി കണ്ടുകൊണ്ട് മൊത്തത്തിൽ അഭിപ്രായം പറയണം. ആര് തെറ്റ് ചെയ്താലും അത് തെറ്റാണ്. ഒരു തെറ്റിനെ തിരുത്തുക എന്നതിനപ്പുറം എല്ലാവിധ SFI ആണ്, എല്ലാം ഇല്ലാതാക്കിയ ഇതൊക്കെ ശരിയാ ഒന്ന് പറയുന്നത് ശരിയല്ല. മാധ്യമങ്ങളോട് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കാണിക്കണം. ഞാൻ അയക്കുന്ന വീഡിയോ അങ്ങനെ പറഞ്ഞുവെങ്കിൽ SFI അങ്ങനെ പറയും എന്ന നിലപാട് ശരിയാണോ ശ്രീ വിജിൻ? ഏറ്റവും ചെറിയ പക്ഷേ PM മാസ്റ്ററോട് പറയണം, ഈ ഡോക്ടർ സുനിൽ ഭാസ്കറിനെതിരെ നടത്തിയ കയ്യേറ്റ ശ്രമം അദ്ദേഹത്തിന്റെ കാലുകുത്തും എന്ന് പറഞ്ഞ ആ വെല്ലുവിളി, അതിന് SFI ഈ കേരളത്തോട് മാപ്പ് പറയണമെന്ന് പറയണം. പുതിയ കാലമാണെന്നേ, പോയ കാലത്ത് എന്താണ് കൊലവിളി മുദ്രാവാക്യം വിളിച്ചു എന്ന് കരുതി പുതിയ കാലത്തേക്ക് ആപ്റ്റല്ല. പുതിയ കാലത്തെ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ അത് ഏറ്റെടുക്കുന്നില്ല, അവർ തള്ളുകയാണ്. അതുകൊണ്ട് ആർഷോയോട് പറയണം, അതിനോട് നിരുപാധികം മാപ്പ് പറയണം. പിന്നെയാണല്ലോ ഈ കർണപടം അടിച്ചു പൊട്ടിച്ച കേസൊക്കെ, അതിലൊക്കെ ശക്തമായി നിൽക്കൂ. പക്ഷെ ഈ വിഷയത്തിൽ മാപ്പ് പറയണം സാർ, അല്ലെങ്കിൽ ഖേദം പ്രകടിപ്പിക്കാൻ പറയണം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ആർഷോയുടെ ഒരു ചാനലിൽ അഭിമുഖത്തിൽ ഞാൻ കണ്ടു, ആർഷോ കൃത്യമായി അതിനെക്കുറിച്ച് തള്ളി പറഞ്ഞുകൊണ്ട് പരിശോധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് SFI ചർച്ച ചെയ്യട്ടെ. SFI പറയുന്ന നിലപാടുള്ള പ്രസ്ഥാനമാണ്. പക്ഷേ ചർച്ച ചെയ്യുമ്പോൾ എല്ലാത്തിനെയും ഒരുപോലെ ചർച്ച ചെയ്യണം. ഒരു വിഷയത്തെ എടുത്തുകൊണ്ട് SFI മാത്രം ഇതിന്റെ എല്ലാം കാരണക്കാർ എന്ന് പറഞ്ഞ് ഇത് അവസാനിപ്പിച്ചാൽ എല്ലാം അങ്ങ് ശരിയാകും എന്ന് പറഞ്ഞു പോകുന്ന ചർച്ച അത് ഗുണപരമല്ല. നേരത്തെ CM വിജയൻ അയച്ചു തന്ന ഒരു വീഡിയോയിൽ ഏത് കോളേജാണ് എന്ന് എനിക്കറിയില്ല. വിജയൻ, ഏത് കോളേജാണത്? വിജയൻ ഏത് കോളേജാണ്? ഓക്കെ, പോട്ടെ. BR ഷഫീർ KSU വിദ്യാർത്ഥികളുടെ പ്രിൻസിപ്പലിനോട് സംസാരിക്കുന്നതാണ്. ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ എന്തോ പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് SFIയുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ വിദ്യാർത്ഥി സംഘങ്ങളിലും ആ പ്രശ്നമുണ്ട്. SFIയെ മാത്രം എല്ലാം അടച്ചാക്ഷേപിക്കരുത് എന്ന് പറയായിരുന്നു വിജിൻ. BRM SFI എന്തുകൊണ്ടാണ് എല്ലാ അമ്പുകളും SFIക്ക് നേരെ വരുന്നത് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും പൊതുസമൂഹത്തിൽ ചർച്ചയാക്കിയിട്ടുണ്ടോ? എന്താ പ്രശ്നം? SFIയുടെ താടനങ്ങളും പീഡനങ്ങളും ഏൽക്കാത്ത ഒരു ചെറിയ വിദ്യാർത്ഥി സംഘടനയെങ്കിലും, കേസിനൊക്കെ വിട്ടേരെ, SFI ആക്രമിക്കാത്ത, SFIയുടെ അടി ഏൽക്കാത്ത, SFIയുടെ താടനവും പീഡനവും ഏൽക്കാത്ത ഒരു വിദ്യാർത്ഥി സംഘടന AISFനെ നിങ്ങൾ വെറുതെ വിട്ടിട്ടില്ല. അറിയോ, AISFിന്റെ നേതാവ് സുധാകരൻ 123 ദിവസക്കാലത്തോളമാണ് കാല് ഒടിഞ്ഞ് നിങ്ങളാൽ ആക്രമിക്കപ്പെട്ട്, SFIയാൽ ആക്രമിക്കപ്പെട്ടുകൊണ്ട് ചികിത്സയിൽ കഴിഞ്ഞതായി AISFിന്റെ ക്യാമ്പിലെ പത്രക്കുറിപ്പിലൂടെ പുറത്തു വന്നത്. AISFകാർക്ക് പോലും ഇടം നൽകാത്ത വണ്ണം നിങ്ങളുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒരു ചെറിയ ഇടുങ്ങിയ വാതിലൂടെ കടന്നു പോകുമ്പോൾ ഒരു പ്രത്യാശയും നിങ്ങളിലേക്ക് വരുന്നില്ല. കാരണം നിങ്ങളെ ആളുകൾ ആക്രമിക്കേണ്ട കാരണമുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുന്നു. എന്ത് പ്രകോപനം! ദേ ഇവിടെ ഈ അധ്യാപകൻ്റെ നേരെ അദ്ദേഹത്തിൻ്റെ കോളേജിൽ പഠിക്കാത്ത കുറേ കുട്ടികൾ, വെള്ള ഷർട്ടിട്ടവർ പുറമേ നിന്നുകൊണ്ട് കവാലത്തിൽ അടിക്കാൻ ആരധികാരം കൊടുത്തു? ഇനി ഒരുപക്ഷെ ഇദ്ദേഹം തിരിച്ചടിച്ച് കർണപടം അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കർണപട സംഭവം അതിന് മുമ്പാണ്. അതിന് മുമ്പാണ്. എനിക്കറിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞത്, ഒരു അധ്യാപകനെ പുറത്തുനിന്നുള്ള ആളുകൾ, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളും അധ്യാപകരും നിൽക്കുന്ന സന്ദർഭത്തിൽ വന്ന് കപോലത്തിൽ അടിക്കാൻ ഇവർക്ക് ആരധികാരം കൊടുത്തു? പുറത്തുള്ളവർക്ക് ക്യാമ്പസ് രംഗത്ത് ആ അക്രമക്കൂട്ടത്തിനിടയിൽ എന്ത് കാര്യം?
TP ശ്രീനിവാസൻ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കോവളത്ത് വന്നു, അടിച്ച് തറയിൽ തള്ളിയിട്ടു. എന്നിട്ട് അദ്ദേഹം ചീത്ത വിളിച്ചതായിട്ട് കള്ളം പറഞ്ഞു. എന്നിട്ട് എന്താണെന്നറിയോ അന്ന് പറഞ്ഞത്? ഞങ്ങൾ വിദേശ സർവകലാശാലയ്ക്കെതിരാണ്, ഞങ്ങൾ സ്വകാര്യ സർവകലാശാലയ്ക്കെതിരാണ്, സ്വകാര്യ സർവകലാശാലയുടെ ഫ്രാഞ്ചൈസികൾ തുടങ്ങുന്നതിനെതിരാണ്, വിദേശ സർവകലാശാലയുടെ ബ്രാഞ്ചുകൾ ഇവിടെ വേണ്ട, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഇത് ഞങ്ങൾ അംഗീകരിക്കില്ല, വിദേശ വായ്പകൾ വേണ്ട എന്ന് പറഞ്ഞ് SFI, നിരവധി രക്തസാക്ഷികളെ സൃഷ്ടിച്ച SFI ഇന്ന് വിദേശ വായ്പകൾ വാങ്ങുന്നു, വിദേശ സർവകലാശാലകൾ വരുന്നു, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദേശ സർവകലാശാലയുടെ ഹബ്ബ് തുടങ്ങാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈയിടെ നേരത്തെ കോവളത്ത് അടിച്ച് തറയിൽ തള്ളിയിട്ട TP ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഇവർ മാപ്പ് പറയണം. അതാണ് SFI. നിങ്ങൾക്കറിയാം എത്രയെത്ര ഇവിടെ നമ്മൾ ഈ കുട്ടികൾ SFI എന്നല്ല, ഏത് വിദ്യാർത്ഥി സംഘടനയും ഏതെങ്കിലും അധ്യാപകരുടെ നേർക്ക് കൈപൊക്കുന്നതോ അവരെ വെട്ടുവെന്നോ അവരെ കൊല്ലുമെന്നോ പറയുന്നത് അംഗീകരിക്കാവുന്ന കാലമല്ല, അംഗീകരിക്കാവതല്ല. അതിന് തള്ളിപ്പറയുമ്പോൾ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ കർണപടം ഒരു പ്രിൻസിപ്പൽ അടിച്ചു പൊളിച്ചു എന്ന SFIയുടെ ആരോപണത്തോട് യോജിക്കുന്നുണ്ടോ BRM ഷഫീർ? അല്ല, ഞാൻ എൻ്റെ മുമ്പിൽ തെളിവില്ലാത്ത, ഞാൻ ഈ പറഞ്ഞ രേഖകളൊന്നും കണ്ടിട്ടില്ല. ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ മുമ്പിൽ ആ തെളിവ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ കൃത്യമായിട്ട് പറയാൻ കഴിയും. എൻ്റെ മുമ്പിൽ തെളിവ് വന്നിട്ടില്ല. ഒരുപക്ഷെ അധ്യാപകൻ ഏത് സാഹചര്യത്തിൽ അങ്ങനെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവർ എന്താണ് ഈ പ്രിൻസിപ്പൽമാർ ഏത് സാഹചര്യത്തിലും ഒരു അധ്യാപകൻ വിദ്യാർത്ഥിയെ അങ്ങനെ കൈകാര്യം ചെയ്യാവോ? അത് സത്യമാണെങ്കിൽ BRM ഞാൻ പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അധ്യാപകർക്ക് വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ ഒരു അവകാശം ഈ നാട്ടിലില്ല. അതാദ്യം മനസ്സിലാക്കിയോ. ഒരു കൊച്ചുകുട്ടിയെ ഒരു കമ്പെടുത്തടിക്കാനോ പോലുള്ള അധികാരം പോലും ഈ രാജ്യത്തില്ല എന്നുള്ള ബോധ്യം ഓരോ അധ്യാപകനും ഉണ്ടാവണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവർ സർ, പ്രിൻസിപ്പൽമാർ മനുഷ്യരല്ലേ, ഇവരല്ലേ? നിങ്ങൾക്കറിയുമോ 2016 ഒരു വനിതാ പ്രിൻസിപ്പളിന് കുഴിമാടം ഒരുക്കിയത് SFI അല്ലേ? ഒരു വനിതാ അധ്യാപക അവർ പിരിഞ്ഞു പോകുന്നതിൻ്റെ അന്നേ ദിവസം അവർക്ക് ആദരാഞ്ജലികൾ എന്ന് ബോർഡ് എഴുതി വെച്ചത് ഇവരല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു SFI അല്ലേ, ഒരു പ്രഥമ അധ്യാപിക വിരമിക്കുന്നതിന് അന്ന് അവരുടെ കസേര കത്തിച്ച് അനാദരവ് കാണിച്ചത് ഇവരല്ലേ? എത്ര സംഭവവികാസങ്ങളാണ് സാർ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് ഇവരല്ലേ? TP ശ്രീനിവാസനെ ആക്രമിച്ചത് ഇവരല്ലേ? നിങ്ങൾക്കറിയാം ഏറ്റവും അവസാനം എന്തുകൊണ്ട് അവർ തോക്കുന്നു? പരിയാരം മെഡിക്കൽ കോളേജിൽ ഇലക്ഷൻ നടന്നു. പരിയാരം മെഡിക്കൽ കോളേജ് പോലെ SFIയും CPMും കൊടികുത്തി വാഴുന്ന പ്രദേശങ്ങളിലുള്ള കോളേജുകളിലെ ആളുകൾ പോലും നിരവധി തവണ തോൽക്കുന്നുണ്ടെങ്കിൽ SFI 35-25 കൊല്ലം കൈവശം വെച്ചിരിക്കുന്ന ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ഇവരെ കൈവിടുന്നുണ്ടെങ്കിൽ ഇവർ സ്വയം പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. BCom തോറ്റവൻ MComന് ചേർന്നാൽ അതിൻ്റെ പേര് SFI എന്നിട്ടാൽ ജനങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണോ? SFIയിൽ പ്രവർത്തിച്ചെന്നുള്ള ഒറ്റ കാരണത്താൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി 2 ഗവൺമെൻറ് കോളേജുകളിൽ വന്നിരുന്ന് പഠിപ്പിക്കാൻ അവകാശമുള്ള കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ അതിന് SFI എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ജയിച്ച കൗൺസിലറെ മാറ്റിയിട്ട് തോറ്റ പുറത്തുനിന്നുള്ള ഒരാളിനെ കൗൺസിലറാക്കിയിട്ട് വ്യാജ കൗൺസിലർഷിപ്പ് ഉണ്ടാക്കിയെടുത്താൽ ന്യായീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര സംഭവവികാസങ്ങൾ ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാത്തിനും അവർക്ക് ന്യായമുണ്ട്. ഒരു അധ്യാപികയുടെ കുഴിമാടം ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതിന് ആർട്ട് ഇൻസ്റ്റലേഷൻ എന്ന് പേരിട്ടാൽ അത് ഞങ്ങളെല്ലാവരും അംഗീകരിച്ചിരുന്നതാണോ? ആണോ? അല്ലല്ലോ. അപ്പോൾ ആരെയും ആക്രമിക്കുക, AISFനെ പോലും ആക്രമിക്കുക, വിദ്യാർത്ഥികളെ ഇടിമുറിയിൽ കൊണ്ടുപോകാൻ. ഇന്നലെ തന്നെ നോക്ക്, KSUവിന്റെ ജില്ലാ സെക്രട്ടറി അവിടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയെ കൊണ്ടുപോയി അവനെ തൂക്കട എന്ന് പറഞ്ഞ് കൊണ്ടുപോയി വിചാരണ ചെയ്യാൻ അവർക്ക് എന്ത് അവകാശം? ഇടിമുറിയിൽ കൊണ്ടുപോയി 101 നമ്പർ റൂമിൽ കൊണ്ടുപോയി അടിക്കാൻ അവർക്ക് എന്ത് അവകാശം? ഒരു പക്ഷേ അത് പുറത്തുള്ളവർ അറിഞ്ഞ് അവിടെ നിന്ന് പോലീസ് അങ്ങോട്ട് വന്ന് അവരെ കൊണ്ടുപോയി അവർക്കെതിരായി നടപടിയെടുക്കുമെന്നുള്ള ഘട്ടമില്ലായിരുന്നെങ്കിൽ വേറൊരു സിദ്ധാർത്ഥൻ ഇന്നലെ ആവർത്തിക്കില്ലേ? ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയാണ് ഇന്നലെ ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടത്. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി സാൻജോസിനെ കൊണ്ടുവന്ന് ഒരു റൂമിൽ കൊണ്ടുവന്ന് വിചാരണ നടത്താൻ, പുറത്തുള്ളവരുൾപ്പെടെയുള്ളവർ വിചാരണ നടത്താൻ ഇവർക്ക് എന്ത് അവകാശമാണ്? SFI ചെയ്യേണ്ടതാണ്. SFI ചെയ്യേണ്ടത് അവർക്ക് ആർട്ട് ഇൻസ്റ്റലേഷൻ ആവാം, അവർക്ക് സാംസ്കാരിക ബിംബങ്ങൾ പടുത്തുയർത്താം, അവർക്ക് മതിലുകൾ കെട്ടാം, അവർക്ക് യുവജനോത്സവങ്ങൾ നടത്താം, അവർക്ക് പ്രിൻസിപ്പളിന്റെ തെറ്റായ പ്രവൃത്തികളെ വിമർശിക്കാം. ജനാധിപത്യപരമായ ഒരു ക്യാമ്പസിന്റെ സർഗാത്മകതയ്ക്ക് വേണ്ടി എന്തും ചെയ്യാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, അക്രമം, കസേര കത്തിക്കൽ, അടിച്ച് തറയിൽ തള്ളിയിടൽ, അതുപോലെ തന്നെ പുറകിൽ നിന്ന് കുത്തിയിടൽ, നിരവധി രക്തസാക്ഷികളെ സൃഷ്ടിക്കൽ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സമരം ചെയ്യൽ, ഈ സമരങ്ങളെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കൺസെഷൻ കിട്ടാതെ
നൂറുകണക്കിന് കുട്ടികൾ കൺസെഷൻ കിട്ടാതെ നൂറുകണക്കിന് കുട്ടികൾ സാമ്പത്തിക നിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ പേരിൽ കാവൽ നിൽക്കുന്നു. SFIയെ കാണാനില്ല. ഇവിടെ വിദേശ സർവകലാശാലയുടെ ഫ്രാഞ്ചൈസികൾ വരുന്നു, SFIക്ക് സമരമില്ല. വിദ്യാർത്ഥി മേഖലയിൽ നിരവധി പിന്നെ പുഴുക്കുത്തുകൾ വരുന്നു, സമരമില്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. വൈസ് ചാൻസലർമാർ വരെ പാർട്ടി അടിസ്ഥാനത്തിൽ തീരുമാനിക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ സമൂഹമുള്ള ഒരു കേരളത്തിൽ ഒരു പ്രിൻസിപ്പലിനോട് നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ, നിങ്ങൾ രാഷ്ട്രീയക്കാരനല്ലേ, നിങ്ങൾക്ക് ഇങ്ങനെ പോസ്റ്റ് ഇടാവോ എന്നൊക്കെ ചോദിക്കുന്നത് ബാലിശമാണ്. അല്ല, ബുദ്ധി എന്നൊരു സാധനം കോൺഗ്രസിനില്ല എന്ന് സുനിൽ ഭാസ്കറിന്റെ പോസ്റ്റ് താങ്കൾ യോജിക്കുകയാണ്? അപ്പോ ബുദ്ധി എന്നൊരു സാധനം കോൺഗ്രസിനില്ല എന്ന് സുനിൽ ഭാസ്കറിന് ഇട്ട ഫോർവേഡ് പോസ്റ്റ് താങ്കൾ അംഗീകരിക്കുകയാണ് അല്ലേ? അല്ല, സുനിൽ ഭാസ്കർ എന്ന് പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടെങ്കിൽ അത് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ കോൺഗ്രസ് ഉണ്ടാക്കി കൊടുത്താണ് സാർ. സുനിൽ ഭാസ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കോൺഗ്രസിന് ബുദ്ധിയില്ല, ബുദ്ധി എന്ന് പറയുന്ന ബുദ്ധി എന്നൊരു സാധനം ഇല്ലേ എന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. കോൺഗ്രസ് എന്നാണ് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. സ്വാതന്ത്ര്യം കൊടുത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ് എന്നാണ്. സുനിൽ ഭാസ്കരൻ താങ്കളൊന്ന് കൈവക്കിയിരുന്നു, കാര്യം പറഞ്ഞോളൂ. അതോടൊപ്പം താങ്കൾ പറഞ്ഞു താങ്കളുടെ കോളേജിലെ കുട്ടികൾ താങ്കളെ സംരക്ഷിക്കുകയായിരുന്നു എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ സസ്പെൻഷൻ ഉണ്ടായത് ശ്രീ സുനിൽ ഭാസ്കരൻ? ഈ രണ്ട് കാര്യം പറയാം ഹാഷ്മി. ഒരു കോളേജ് എന്ന് പറയുമ്പം താങ്കൾക്കൊക്കെ അറിയാവുന്ന നമ്മളെല്ലാവരും കലാലയത്തിൽ പഠിച്ചു വന്നിട്ടുള്ളതാണ്. ഒരു കലാലയത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ട്. നല്ലപോലെ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്, നമുക്കറിയാവുന്നതാണല്ലോ. നല്ലപോലെ പഠിപ്പിക്കുന്നവരുണ്ട്, ഉഴപ്പി പഠിപ്പിക്കുന്നവരുണ്ട്, ക്ലാസ്സിൽ കയറാത്ത അധ്യാപകരും ഉണ്ടാകാം. അങ്ങനെയുള്ള കാലം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നല്ലപോലെ ജോലി ചെയ്യുന്നത്, സ്റ്റാഫുമായിട്ട് സഹകരിക്കുന്നത്, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ആളുകളുണ്ട്. അങ്ങനെ റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കലാലയത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം നിയന്ത്രിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കലാലയത്തെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. അപ്പോൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ പല ആളുകൾക്ക് അനിഷ്ടം ഉണ്ടാകുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയല്ലേ? പക്ഷേ മാനദണ്ഡം ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധമാണെന്ന ആരോപണം ശരിയാവരുത്, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞു റേറ്റിംഗിന്റെ മാനദണ്ഡം ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധമാവരുത് എന്നേ ഉള്ളൂ. 5 വർഷമായിട്ടിരിക്കുന്ന ഒരു പ്രിൻസിപ്പളിൻ്റെ ചെയ്തികളെല്ലാം ചികഞ്ഞെടുത്തിട്ട് നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇങ്ങനെ തന്നെയാണ് കലാലയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ മുകളിൽ കലാലയത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വരുന്നത്. അപ്പോൾ പല രീതിയിലുള്ള ആളുകളെ നിയന്ത്രിക്കുമ്പോൾ ലേറ്റായിട്ട് വരുന്ന സ്ഥിരമായിട്ട് വരുന്ന ഒരു വ്യക്തി അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലേറ്റായിട്ട് വരരുത്. അവർക്ക് ലേറ്റായിട്ട് വരുന്നതിൻ്റെ കാരണം അവർക്കുണ്ടാവാം. അതിങ്ങനെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, സ്വാഭാവികമാണ്. എല്ലാവരും എല്ലാ സ്ഥാപനത്തിലും സ്ഥാപന മേധാവികൾക്ക് ശരി അല്ല അല്ല അതല്ല ഞാൻ പറയല്ല. ഞാൻ കുറ്റപ്പെടുത്തിയല്ല. ഞാൻ കുറഞ്ഞതൊരു 1, 2, 3 അധ്യാപകരെ വിളിക്കുമ്പോഴും അവർക്ക് പറയാനുള്ളത് താങ്കൾ ഉപദ്രവിച്ച കഥകൾ അവർ പറയുന്നുണ്ട്. അതിനെ ഞാൻ സാധൂകരിക്കുന്നില്ല. അല്ലല്ല താങ്കൾ കുറ്റക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. അവിടുന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകേണ്ടി വന്ന അനുഭവങ്ങൾ 1, 2, 3 അധ്യാപകർ പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചതാണ്. അത് ക്ലാരിഫൈ ചെയ്യുന്നുള്ളൂ. താങ്കൾ പറഞ്ഞു ഒരു സ്ഥാപന മേധാവി എന്നുള്ള നിലയ്ക്ക് പല വിയോജിപ്പുകൾ അങ്ങേക്ക് നേരിടേണ്ടി വരും. അങ്ങതിനെ നേരിട്ടുകൊണ്ട് ആ സ്ഥാപനത്തെ ഇനിയും നന്നായി മുന്നോട്ടേക്ക് നയിക്കും. പക്ഷേ ഏതെങ്കിലും റേറ്റിംഗിന്റെ മാനദണ്ഡം വ്യക്തിവിരോധമാവരുത് എന്ന് ഈ കാര്യങ്ങൾ ആരോപിക്കുന്നവർ പറയുന്നുണ്ട്. അതുകൂടി മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. പ്രതീക്ഷ സമയം പൂർണ്ണമായി കഴിയുകയാണ്. എൻകൗണ്ടർ പങ്കെടുത്ത 4 പേർക്ക് നന്ദി.